പ്രൊവൈഡർ ആദ്യം ഉപയോഗിച്ച് പിന്നെ ആദ്യം നമ്മൾ പറയാനുള്ളത് ബ്ലോക്ക് എന്ന് പറയുമ്പോഴേ സ്റ്റേറ്റ് മാനേജ്മെന്റിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, റിവർ പൂളിന്റെ പോലെ സ്റ്റേറ്റ് മാനേജ്മെന്റോട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചേഞ്ച് ആക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. മറ്റേത് സ്റ്റേറ്റ് മാനേജ്മെന്റ് ഇല്ലാത്ത കേസിൽ നമ്മൾ ഈ വിഡ്ജറ്റുകളിൽ സ്റ്റേറ്റ് വെക്കണം, എന്നിട്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ട് കൂടെ ഇങ്ങനെ കയറി പോകേണ്ടി വരും. അപ്പൊ കുറെ മേലുള്ള ഒരു വിഡ്ജറ്റ് താഴത്തുള്ള വിഡ്ജറ്റിക്ക് ഒരു സ്റ്റേറ്റ് കിട്ടണമെങ്കിൽ അതിന്റെ ഇടയിലുള്ള എല്ലാ കൺസ്ട്രക്ടറും കൂടി കയറി ഇറങ്ങണത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് എന്ത് വന്നത്, സ്റ്റേറ്റ് മാനേജ്മെന്റ് വന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റേറ്റ് വെക്കുക, അതിന്റെ ഫംഗ്ഷൻസ് എടുത്ത് വെക്കുക, എന്നിട്ട് എവിടുന്ന് വേണമെങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് ആക്സസും കിട്ടും, കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇതിന്റെ വേറെ റിവർ കോഡ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അതിന്റെ വേറൊരു ടൈപ്പാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലോക്കിൽ ചിന്തിക്കേണ്ടത് ഒരു സ്ട്രീമുമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. സ്ട്രീം എന്താ സംഭവം? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡാറ്റ വരും, അതൊക്കെ അല്ലേ സ്ട്രീമിന്റെ കോൺസെപ്റ്റ് മെയിൻ ആണ്. അതില് സ്ട്രീം ഇല്ലാതെ മനസ്സിലാവും. ഓക്കെ, സ്ട്രീം ആദ്യം നമുക്കൊരു ഡാറ്റ കിട്ടും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ ഡാറ്റ കിട്ടും. അത് എപ്പോഴാണെന്നൊന്നുമില്ല, ഫ്യൂച്ചർ ആണല്ലോ, എപ്പോ വേണമെങ്കിലും വരാം. സ്ട്രീമിൽ ഇങ്ങനെ ഡൈനാമിക് ആയിട്ട്, അതായത് ഇന്ന ടൈം ഫ്രെയിം എന്നുള്ള ഫിക്സഡ് അല്ല, ഒക്കെ ഫ്യൂച്ചർ ആയിട്ട് മൾട്ടിപ്പിൾ ഡാറ്റ വരുന്നതാണ് സ്ട്രീം. അല്ലെ, ഇപ്പൊ ഒരു ഡാറ്റ വന്ന് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഡാറ്റ വരാതിരിക്കാം. ഓക്കെ, എത്ര എണ്ണം ആണെങ്കിലും വരാം. അതേപോലെയാണ് ഇതിൽ സ്റ്റേറ്റ് വരുന്നത്. ഇതിൽ ഈ പറഞ്ഞ ഡാറ്റയാണ് നമ്മുടെ സ്റ്റേറ്റ്. ഇപ്പൊ നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റ് വന്നു സ്ട്രീമിൽ. ഓക്കെ, ഇത് മനസ്സിലാക്കണം. സ്ട്രീമിന്റെ കോൺസെപ്റ്റ് പറയുന്നത് ഇപ്പൊ സ്ട്രീമിക്ക് ഫസ്റ്റ് ഒരു ഡാറ്റ വന്നു, അത് നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്. പിന്നെ നമ്മൾ എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ ഈ സ്ട്രീമിക്ക് വേറെ ഡാറ്റ വരും, അത് നമ്മളുടെ അടുത്ത സ്റ്റേറ്റ്. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ ഡാറ്റ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ പുതിയ സ്റ്റേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ സംഭവം. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവണ്ട? ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളും ഓക്കെ അല്ല? സ്ട്രീമിൽ പറഞ്ഞത് നമുക്ക് ഓക്കെ അല്ല? എല്ലാവർക്കും ഓക്കെ അല്ല? ഇപ്പൊ ഓക്കെ ആണെങ്കിൽ പിന്നെ പേടിക്കാല്ല. പിന്നെ പറയാനുള്ളത് ക്യൂബിറ്റ് ആണ് ഇതിൽ മെയിൻ. ക്യൂബിറ്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ആക്കേണ്ടത്. അതായത് സ്ട്രീം ഓക്കെ അല്ല നിങ്ങൾക്ക്, ഇനി ക്യൂബിറ്റ് എന്താണെന്നാണ് പറയാനുള്ളത്. ക്യൂബിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീം തന്നെയാണ് സാധനം. സ്ട്രീമിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ക്യൂബിറ്റ്. ഓക്കെ, അതായത് സ്ട്രീമിൽ നിന്നാണ് ക്യൂബിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ട്രീമാണ് അതിന്റെ ബേസ്. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ട? സ്ട്രീമിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു അഡ്വാൻസ്ഡ് സ്ട്രീമാണ് ക്യൂബിറ്റ് പറഞ്ഞ സാധനം. ഇത്രയും കാര്യങ്ങളും ഓക്കെ അല്ല? ഓക്കെ അല്ലേ? സ്ട്രീമിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ, അതായത് സ്ട്രീം വെച്ചിട്ടാണ് ക്യൂബിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സ്ട്രീം ഒന്നുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂബിറ്റ്. ഈ ക്യൂബിറ്റ് വെച്ചിട്ടാണ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ക്യൂബിറ്റിന്റെ അഡ്വാൻസ്ഡ് ആണ് ബ്ലോക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട? സ്ട്രീമിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും ക്യൂബിറ്റ് വരാം. ക്യൂബിറ്റ് വെച്ചിട്ട് കുറെ ക്യൂബിറ്റും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുള്ളതാണ് ബ്ലോക്ക്. ഇത്രയും കാര്യങ്ങളും ഓക്കെ അല്ലേ? ഇതിൽ പ്രശ്നമല്ലല്ലോ. അപ്പൊ മൊത്തത്തിൽ എല്ലാത്തിന്റെയും ബേസ്, ഇതിൽ ബ്ലോക്കിന്റെ ബേസ് വരെ സ്ട്രീമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല? ഇനി ക്യൂബിറ്റ് എന്താന്ന് നോക്കാണ്ട് ആ ക്യൂബിറ്റിന്റെ പേപ്പർ നോക്കി. ഓക്കെ, ക്യൂബിറ്റ്സ് ആർ ഹൈ ലെവൽ സ്ട്രീം ആൻഡ് എക്സ്പോസ്ഡ് ആൻഡ് നൈസ് ഇന്റർഫേസ് ഫോർ ചേഞ്ചസ് ഓവർ ടൈം. അതായത് ഒരു സ്ട്രീമിന്റെ പോലെ ലിസൺ അല്ലാതെ വേറെ രീതിക്കാണ് ഇത് വർക്ക് ആവുക. ഓക്കെ, ലിസൺ ആയിട്ട് തന്നെയാണ് വർക്ക് ആവുക, പക്ഷെ വേറെ രീതിക്കാണ് ഇതിന്റെ ഇന്റർഫേസ് വരുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ക്യൂബിറ്റ് ഇതിലിപ്പോ പറയുന്നത് ഹൈ ലെവൽ സ്ട്രീം ആണെന്ന് പറഞ്ഞു. ഹൈ ലെവൽ സ്ട്രീം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രീമാണ് ക്യൂബിറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല? അടുത്തത് ബ്ലോക്കും ഫ്ലട്ടർ ബ്ലോക്കും, ഇത് രണ്ടും ആഡ് ആക്കണം. എന്തിന്? ഡിപ്പെൻഡൻസിക്കാണ്. ഫ്ലട്ടർ റിവർ കോഡ് പറഞ്ഞ പോലെ ഫ്ലട്ടർ ബ്ലോക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല? ഓക്കെ, ഈ ബ്ലോക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്യൂബിറ്റ് ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല? ഈ ക്യൂബിറ്റ് എങ്ങനെയാന്നുള്ളതാ പറയുന്നത്. താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് ക്യൂബിറ്റ് ഡൂ എന്ന് പറഞ്ഞ സാധനം കണ്ട, അത് കണ്ടില്ല? അതില് ഈ ഒരു സാധനം ഒന്ന് നോക്കി നോക്കുക. ഈ ഒരു ഭാഗം, ഈ ക്ലാസ്. ഓക്കെ, ക്യൂബിറ്റ് ക്ലാസ്. അതായത് നോർമൽ ഒരു ക്ലാസ് ഉണ്ടാക്കുക, അതിന് ക്യൂബിറ്റിന്റെ പേര് കൊടുക്കുക. നമ്മുടെ സ്റ്റേറ്റ് നോട്ടിഫയർ ഇല്ല, നോട്ടിഫയർ പ്രൊവൈഡർ, അതന്നെ സാധനം. അത് വെച്ച് റിലേറ്റ് ആക്കി നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കിട്ടും. ഓക്കെ, നോട്ടിഫയർ പ്രൊവൈഡർ എങ്ങനെ ഉണ്ടാക്കുക? ഒരു ക്ലാസ് ഉണ്ടാക്കും,
പ്രൊവൈഡറിന്റെ പേര് എക്സ്റ്റൻസ് നോട്ട് മറ്റേല് നോട്ടിഫയർ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജനറേഷൻ ആണെങ്കിൽ അണ്ടർസ്കോർ ഡോളർ ആ സാധനം കൊടുക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ ആ എക്സ്റ്റൻസിന്റെ പകരം ക്യൂബിറ്റ് ആണ്, നോട്ടിഫയർ അല്ല ക്യൂബിറ്റ്. ഇതൊക്കെ അല്ല എക്സ്റ്റൻസ് കൊടുക്കൂലേ? ആ എക്സ്റ്റെൻഡ് ക്യൂബിറ്റ്, ക്യൂബിറ്റിന്റെ ഉള്ളില് ആ സ്റ്റേറ്റിന്റെ കൊടുക്കുക. നോട്ടിഫയറിൽ ഇതന്നെയല്ല കൊടുക്കുക. നോട്ടിഫയറിൽ തന്നെ നോട്ടിഫയർ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്താ കൊടുക്കുക, ഏതാണ് ടൈപ്പ് എന്ന് കൊടുക്കും. സെയിം സാധനം, നോട്ടിഫയർ ഇല്ല ക്യൂബിറ്റ്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇപ്പൊ നമ്മളൊരു ക്യൂബിറ്റിന്റെ ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, മറ്റേ നോട്ടിഫയറിൽ എങ്ങനെയാണ്, ബിൽഡ് മെത്തേഡിലാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? ബിൽഡിന്റെ ഉള്ളിലാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇവിടെ ബിൽഡ് ഇല്ല. ഓക്കെ, ഇവിടെ കൺസ്ട്രക്ടർ ആണ്. ആ സ്റ്റേറ്റ് നോട്ടിഫയറിൽ കൺസ്ട്രക്ടർ അല്ല, അല്ല അത് തന്നെയാണ് സാധനം. ഓക്കെ, ഇതിൽ കൺസ്ട്രക്ടർ ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ് ചെയ്യേണ്ട ആള്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇതിപ്പോ നമ്മുടെ ക്ലാസ് ഉണ്ടാക്കിയതാണ്. ഇതിൽ വാല്യൂന്റെ ടൈപ്പ് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഈ വാല്യൂ ടൈപ്പ് എഴുതി കൊടുത്ത്. ഓക്കെ, ഇനി അതിന് ശേഷം ഈ ക്യൂബിറ്റ് ക്ലാസ് ഇറങ്ങാണ്ട് ഈ വന്നിട്ടുള്ളത് കൺസ്ട്രക്ടർ ആണ്. ഓക്കെ, കൺസ്ട്രക്ടർ ഇട്ടിട്ട് ഒരു കോളൻ ഇട്ടിട്ട് നമ്മൾ സൂപ്പർ കോൾ ചെയ്യൂല, സൂപ്പറിന്റെ കൺസ്ട്രക്ടർ. അതൊക്കെ അല്ല. ഈ സൂപ്പറിന്റെ കൺസ്ട്രക്ടറിലാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് കൊടുക്കേണ്ടത്. സിമ്പിൾ ആണ്. ഈ സൂപ്പറിന്റെ ഇതിന്റെ ഉള്ളിൽ കൊടുത്തത് കണ്ട, ഇനീഷ്യൽ സ്റ്റേറ്റ് പറഞ്ഞാണ്ട് സൂപ്പർ എഴുതിയതിന്റെ ഉള്ളിൽ അവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് കൊടുക്കാം. ആ റിവർ കോഡിന് ആ സാധനം വെച്ച് റിലേറ്റ് ആക്കി ചെറിയ വ്യത്യാസമുള്ളൂ, സിൻടാക്സിൽ ചെറിയ വ്യത്യാസം. ഓക്കെ, ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, എക്സ്റ്റൻസ് ക്യൂബിറ്റ് കൊടുത്തിട്ടുണ്ട്, ക്യൂബിറ്റിന്റെ ഉള്ളിൽ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൺസ്ട്രക്ടറിന്റെ സൂപ്പറിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇല്ലല്ലോ, സെയിം സാധനമാണ്. ചെറിയ വ്യത്യാസം. സ്റ്റേറ്റ് എമിറ്റ് ആക്സസിബിൾ ആണ്. സ്റ്റേറ്റ് എടുക്കാൻ എമിറ്റിന്റെ ഉള്ളിൽ ന്യൂ സ്റ്റേറ്റ് ഇങ്ങനെ കൊടുക്കുക. അതിൽ എഴുതിയിട്ടുണ്ടാ, പച്ചയിൽ എഴുതിയിട്ടുണ്ടാ എമിറ്റ് ഇറങ്ങാണ്ട് അതിന്റെ ഉള്ളില് ന്യൂ സ്റ്റേറ്റ് കൊടുത്തേക്കണ്. ന്യൂ സ്റ്റേറ്റ് വാല്യൂ റിട്ടേൺസ് നത്തിങ് വോയിഡ് എന്നൊക്കെ എഴുതിക്കാണ്ട് ഒരു ലൈൻ കണ്ടാ, കണ്ടില്ല? ഇങ്ങനെയാണ് എമിറ്റ് ആക്കല്. മനസ്സിലായോ? ക്ലാസ്സിൽ കണ്ടില്ല? അതാ ക്യാമറ എടുത്ത് റെഡി ആയിട്ടില്ല. ഇതൊക്കെ അല്ല, ഇതിന് പ്രശ്നമല്ലല്ലോ, സിമ്പിൾ ആണ്. ഓക്കെ അല്ല, അപ്പൊ സ്റ്റേറ്റ് എന്തിനാ ഉപയോഗിക്കേണ്ടത്? ഗെറ്റ് ചെയ്യാൻ, സെറ്റ് ചെയ്യാൻ. ഇതിന് പ്രശ്നമല്ലല്ലോ. ഓക്കെ അല്ല, ഇനി അതിന്റെ താഴത്ത് നീ ക്യൂബിറ്റ് മാത്രം, ഇപ്പോഴും നമ്മൾ ബ്ലോക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഈ ക്യൂബിറ്റ് മാത്രം വെച്ചക്കാണ്ട് സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്നുള്ളതാണ് നോക്കണം. അതിന്റെ അടിയിൽ ടു ക്രിയേറ്റ് ക്യൂബിറ്റ് ഒബ്ജക്റ്റ് എന്താണ്, ക്യൂബിറ്റ് ക്ലാസ്, ക്യൂബിറ്റ് ഒബ്ജക്റ്റിന്റെ പേര് ഈക്വൽ ടു ക്യൂബിറ്റ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയില്ല, ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, ക്യൂബിറ്റിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയത് ഈ താഴത്തേക്ക് പറയാം. അവിടെ ക്യൂബിറ്റ് ഡോട്ട് ക്ലോസ് എന്നുള്ളൊരു സാധനം കണ്ട, അത് നമ്മൾ ഡിസ്പോസിൽ കൊടുക്കണം കേട്ടോ.
എന്നാലും മെമ്മറി ഫ്രീ ആവുള്ളൂ. ഇതൊക്കെ അല്ല, ക്ലോസ് ഡിസ്പോസിൽ കൊടുക്കണം, ആ ക്രിയേറ്റ് ആ കൺസ്ട്രക്ടർ കോൾ ഇനിറ്റ് സ്റ്റേറ്റിൽ കൊടുക്കുക. ഓക്കെ, ഇത് ശരിക്കും പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടിയിൽ കണ്ട അടുത്ത പേജ്, 3-ാം തീയതി പേജ്, അതിലെന്താണ് ഒരു സ്ട്രീം ബിൽഡർ ഇട്ട് കണ്ട. ഇത് മൊത്തത്തിൽ സ്ട്രീം ആണല്ലോ സാധനം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സ്ട്രീം ബിൽഡർ വന്നിട്ടുള്ളത്. സ്ട്രീം ബിൽഡറിന്റെ ഉള്ളിൽ ക്യൂബിറ്റിന്റെ ടൈപ്പ്, ക്യൂബിറ്റ് ക്ലാസ്. ഒരു മിനിറ്റ്, ക്യൂബിറ്റ് ക്ലാസ് അല്ല, സ്ട്രീമിന്റെ ഡാറ്റ ടൈപ്പ്, സ്റ്റേറ്റിന്റെ ടൈപ്പ്. അത് ഓപ്ഷനിലാണ്, ആണെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എടുത്തോളൂ. ഓക്കെ, ഇപ്പൊ ഇൻഡാണ് സ്റ്റേറ്റ് എന്നുണ്ടെങ്കിൽ ഇൻഡാണ് അവിടെ കൊടുക്കേണ്ടി വരിക. ഓക്കെ, സ്ട്രീം ബിൽഡർ ഓഫ് ഇൻഡാണ് വരിക. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് അതിന്റെ ഉള്ളിൽ സാധാരണ നമ്മൾ സ്ട്രീം ബിൽഡർ എടുക്കുമ്പോൾ സ്ട്രീം എഴുതേണ്ട ആവശ്യമുണ്ടല്ലോ, സ്ട്രീം കോളൻ ഇറങ്ങാണ്ട്. അവിടെ നമ്മൾ ക്യൂബിറ്റിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ഇനിറ്റ് സ്റ്റേറ്റിൽ കൊടുത്തിക്കണില്ല, ആ ഒബ്ജക്റ്റ് ഡോട്ട് സ്ട്രീം. ഓക്കെ, ആ ഒബ്ജക്റ്റിന്റെ ഡോട്ട് സ്ട്രീം അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ സ്ട്രീമിൽ എന്ത് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും ഈ UI ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ക്യൂബിറ്റ് ഡോട്ട് അറിയാതെ നമ്മൾ എഴുതിയ ഫംഗ്ഷൻ ഉണ്ടാവില്ല അപ്ഡേറ്റ് ആക്കാൻ, അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് മാറും. ഓക്കെ അല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇതിന് സംശയം ഉണ്ടെങ്കിൽ പറയണതാ. ഇതെല്ലാം സ്റ്റേറ്റിന്റെ ടൈപ്പ്, നമ്മൾ സ്റ്റേറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ക്ലാസ് എന്തേലും കൊടുക്കണമെന്നില്ല. ഓക്കെ, സ്ട്രീം ബിൽഡർ നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ കൊടുക്കലില്ലല്ലോ, ഓട്ടോമാറ്റിക് എടുക്കലല്ലോ, അത് എടുത്താൽ മതി. ഇത് നോർമൽ സ്ട്രീം ബിൽഡർ ആണ്, ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, സാധാ സ്ട്രീം ബിൽഡർ എങ്ങനെയാ അതന്നെ. എവിടെ സ്നാപ്ഷോട്ട് ആണ്, അതാണ് അതിന് ഒരു ആയിരട്ടൊക്കെ സ്നാപ്ഷോട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ അല്ല. Can use the methods that we have defined in the Qubit classന്റെ ഉള്ളിൽ ഉപയോഗിച്ച് എന്ത് അപ്ഡേറ്റ് ചെയ്യാൻ അതൊക്കെ കോൾ ചെയ്താൽ മതി. സിമ്പിൾ ആണ്. പിന്നെ അസിങ്ക് സ്നാപ്ഷോട്ട് പറഞ്ഞാണ്ട് 4-ാം തീയതി പേജ് ഉണ്ടാവും, അത് മറ്റേതാണ്, അസിങ്ക് വാല്യൂ ഇല്ലേ, അസിങ്ക് സ്നാപ്ഷോട്ട് നമ്മൾ വെച്ച് എടുക്കണില്ല, അതിന്റെ ഡീറ്റെയിൽസ് അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയണോണ്ട് ഇത് മൊത്തത്തിൽ സ്കിപ്പ് ചെയ്തോളാം. ആ ഹാസർ ഹാസ് ഡാറ്റ അതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ ചെയ്തതല്ല, മുന്നേ ചെയ്തതായിരിക്കും അല്ല അല്ലേ? പിന്നെ 5-ാം തീയതി പേജ്, 4-ാം തീയതി അസിങ്ക് സ്നാപ്ഷോട്ട് നമ്മൾ വെന്നെക്കാണ്ട് എടുക്കൂലേ, ഫ്യൂച്ചർ ബിൽഡർ ആ സാധനം സ്നാപ്ഷോട്ട് നമുക്ക് ഓൾറെഡി അറിയില്ല. വെന്നെക്കാണ്ട് മറ്റേ ലോഡിങ് ഇടാനൊക്കെ അതിന്റെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അത് സ്കിപ്പ് ചെയ്തോളാം. എന്നിട്ട് ബ്ലോക്ക് എന്നുള്ളൊരു ഇതുണ്ട്, 7-ാം തീയതി പേജ് 7 നോക്കിയേക്കാം, ബ്ലോക്ക് ഇറങ്ങണ്ട് കണ്ടോ? അതാണ് ബ്ലോക്കിന്റെ പേജ്. ക്യൂബിറ്റ് ഒക്കെ അല്ല, ക്യൂബിറ്റ് ഇനി നമ്മൾ ഉണ്ടാക്കൂല, ക്യൂബിറ്റിന്റെ ആവശ്യമില്ല, പക്ഷെ ഇത് വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് എടുത്താ. അല്ലല്ല, അത് വായിച്ചാൽ എന്താ, ക്യൂബിറ്റ് ആണ് ബേസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിളാണ്. ക്യൂബിറ്റ് ക്ലാസ് ഒന്നും ഉണ്ടാക്കൂല. ഞാൻ അത് ഇന്റേണലി ഉപയോഗിക്കണോന്നുള്ളതാണ്, ക്യൂബിറ്റ് ഇന്റേണലി ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. വെറുതെ ക്യൂബിറ്റ് എങ്ങനെ ഉണ്ടാക്കുന്ന കൂടി പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഓപ്ഷണലാണ്, വേണമെങ്കിൽ പഠിച്ചാൽ മതി. അതിന്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ ക്യൂബിറ്റ് അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, ഈ എമിറ്റും സ്റ്റേറ്റും മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ ക്യൂബിറ്റ് എടുത്തു. ഇതൊക്കെ അല്ല, എമിറ്റ് സ്റ്റേറ്റ് ഒക്കെ അല്ല. എമിറ്റ് എന്തിനാണ്, സ്റ്റേറ്റ് ഗെറ്റ് ചെയ്യാൻ, ഇതൊക്കെ അല്ല. ഈ ബ്ലോക്ക് 7-ാം തീയതി പേജ് ഇട്ടാ. ഓക്കെ അല്ല, റിഡക്സ് പറഞ്ഞ സാധനം ഉണ്ട്, ഇതിലുള്ളതാണ്, റിയാക്ടിന്റെ റിഡക്സ് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, സ്റ്റേറ്റ് മാനേജ്മെന്റ് റിയാക്ടിന്റെ മനസ്സിലാവുണ്ടോ? നമ്മൾ ഇത് ബ്ലോക്കും ഇതൊക്കെ അല്ല, റിവർ കോഡ് റിയാക്ടിൽ ഉപയോഗിക്കുന്നതിൽ ഒന്നാണ് റിഡക്സ് പറഞ്ഞ സാധനം, സ്റ്റേറ്റ് മാനേജ്മെന്റ്. അത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സാധനമാണ്. അതിന്റെ ഏകദേശം സിമിലർ ആണ് ബ്ലോക്ക് വരിക. ഓക്കെ,
ഇനി തിയറിയാണ്. തിയറി അറിയുമ്പോൾ അത് നോട്ടിലുണ്ടാവില്ല. അതായത് ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? റിവർ പോഡ് ചിന്തിക്കുന്ന രീതിക്ക് ചിന്തിക്കരുത്, അപ്പൊ മനസ്സിലാവില്ല. റിവർ പോഡിൽ എങ്ങനെയാണ്, നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യും, മനസ്സിലാവണ്ട? നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ഒക്കെ ചെയ്യാൻ പറ്റും. എവിടേക്ക് റിട്ടേൺ ആക്കാൻ പറ്റും? യുഐക്ക് റിട്ടേൺ ഒക്കെ ആക്കാൻ പറ്റുമല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവും. നമ്മൾ എന്താണ് കോൾ ചെയ്യാണ്, ഫംഗ്ഷനെ കോൾ ആക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഫംഗ്ഷൻ കോൾ അല്ല നടക്കുന്നത്. അതായത് റിവർ പോഡിൽ എങ്ങനെയാണ് അത് നിങ്ങൾ ആദ്യം പറയും നോക്കട്ടെ. റിവർ പോഡിൽ നമ്മളൊരു പ്രൊവൈഡർ വാച്ചോ റീഡോ വെച്ചിട്ട് എടുത്ത്, എന്നിട്ട് നോട്ടിഫയർ വെച്ചിട്ട് ഡോട്ട് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത്, ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അപ്ഡേറ്റ് ആവുണ്ടാവും. എന്നിട്ട് അതിന്റെ റിട്ടേൺ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഇല്ല, റിട്ടേൺ വാല്യൂ കിട്ടും. അത് ഫംഗ്ഷൻ കോൾ ആയതുകൊണ്ടാണ് റിട്ടേൺ വാല്യൂ കിട്ടുന്നത്. മനസ്സിലാവണ്ട? ഇതിൽ റിട്ടേൺ ഇല്ല. ഓക്കെ, റിട്ടേൺ എന്നുള്ള സാധനമല്ല, ഫംഗ്ഷൻ കോൾ ഇല്ല. ഫംഗ്ഷൻ കോഡ് ഇല്ല. ഇവിടെ നമ്മൾ മൂന്ന് ഭാഗമാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഈ റിവർ പോഡിനെ നമ്മൾ മൂന്നാക്കിയിട്ട് മുറിക്കുക. റിവർ പോഡിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഫംഗ്ഷനെ നമ്മൾ മൂന്നാക്കിയിട്ട് തിരിക്കണം. ഒന്ന് അതിൽ നമ്മൾ കൊടുക്കണ പാരാമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആർഗ്യുമെന്റ് നമ്മൾ കൊടുക്കുമല്ലോ റിവർ പോഡിന്റെ ഫംഗ്ഷന്റെ ഉള്ളിൽ. ഈ ഒരു സാധനത്തിന് നമ്മൾ ഇവന്റ് എന്നുള്ള രീതിക്കാണ് പറയേണ്ടത്. ഇവന്റ് ഇവന്റ് നമുക്ക് ബ്ലോക്കിൽ വേണ്ടത് ഒന്ന് ഇവന്റ് വേണം, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ക്ലാസ് വേണം, പിന്നെ ബ്ലോക്ക് വേണം. മൂന്നെണ്ണം വേണം. എന്തൊക്കെയാണ്? ഇവന്റ്, സ്റ്റേറ്റ് ക്ലാസ്, ബ്ലോക്ക്. ഇത് ഓക്കെ അല്ലേ? ഏതൊക്കെയായിരുന്നു ഇവന്റ്? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. ഇവന്റും സ്റ്റേറ്റ് ക്ലാസും ബ്ലോക്കും. ഇവന്റ് ഒരു ക്ലാസ് അല്ല, കുറെ ക്ലാസ്സുകൾ ഉണ്ടാവും. മനസ്സിലാവണ്ട? ഇവന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ക്ലാസ് ഉണ്ടാവും. ബ്ലോക്ക് ഒറ്റന്നായിരിക്കാം, സ്റ്റേറ്റ് ക്ലാസ് ഒറ്റന്നായിരിക്കാം, ഇവന്റുകൾ കുറെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അത് ഇതിൽ ഉണ്ടാവും എന്നുള്ള സംശയമാണ്. സ്റ്റേറ്റ് ക്ലാസ് ഒന്നും ഉണ്ടാവുള്ളൂ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഒരു സ്റ്റേറ്റ് ക്ലാസ്. ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനുകളൊക്കെ എഴുതുന്നത് ബ്ലോക്കിലേക്കാണ്. ഇവന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്ററുകൾ. മനസ്സിലാവണ്ട? ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇവന്റ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇവന്റ് നടക്കുകയാണ്. മനസ്സിലാവണ്ട? ഇവിടെ ഒന്ന് എഴുതി കഴിയട്ടെ. ഓക്കെ, ഇവന്റ് മെയിൻ ആണ് കേട്ടോ. ഇവന്റ് മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടാവും, അതിനെ നമ്മളൊരു ഇവന്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൺ ടാപ്പ് ഒക്കെ ഒരു ഇവന്റ് ആണ്, ബട്ടണിൽ ടാപ്പ് ചെയ്യുന്നത് ഒരു ഇവന്റ് ആണ്. മനസ്സിലാവണ്ട? ഓൺ പ്രസ്. പിന്നെന്താണ്, ഇപ്പൊ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു ഇവന്റ്. മനസ്സിലാവുന്ന? ലോഗ് ഔട്ട് ഒരു ഇവന്റ്, സൈൻ അപ്പ് ഒരു ഇവന്റ്, ലോഗിൻ ഒരു ഇവന്റ്. മനസ്സിലാവണ്ട? അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ റിവർ പോഡിൽ എഴുതുന്ന ഓരോ ഫംഗ്ഷനുകളും ഓരോ ഇവന്റ്. മനസ്സിലാവണ്ട? ഇപ്പൊ ഓതിന്റെ പ്രൊവൈഡർ, അതിൽ നിങ്ങൾ കുറെ ഫംഗ്ഷനുകളായിട്ട് ഉണ്ടാവും, അതൊക്കെ ഓരോരോ ഇവന്റ് ആണ്. ഇതിന്റെ രീതിക്ക് ചിന്തിക്കുമ്പോൾ അതൊക്കെ ഓരോരോ ഇവന്റുകളാണ്. മനസ്സിലാവണ്ട? ലോഗിൻ ഒരു ഇവന്റ്, ലോഗ് ഔട്ട് ഒരു ഇവന്റ്, സൈൻ അപ്പ് ഒരു ഇവന്റ്, വെരിഫൈ OTP ഒരു ഇവന്റ്, സെൻഡ് OTP ഒരു ഇവന്റ്, ഒക്കെ ഇവന്റുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളും ഒക്കെ അല്ല? ഇവന്റ് ഒക്കെ അല്ല? ഇവന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ഇവന്റിൽ ഒരു ക്ലാസ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഈ 4 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ 4 ക്ലാസ് വേണം. ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല? ഒന്നിന് ഒറ്റ ക്ലാസ്. അതായത് ഒരു ഇവന്റിന് ഒരു ക്ലാസ് ഉണ്ടാക്കണം. മനസ്സിലാവും? അപ്പൊ നമുക്ക് ഓതന്റിക്കേഷനിൽ ഇപ്പൊ എത്ര ക്ലാസ് ഉണ്ടാവും? ലോഗിന്, സൈൻ അപ്പ്, പിന്നെ ലോഗ് ഔട്ട്, പിന്നെ ഫോർഗോട്ട് പാസ്വേഡ്, ഗൂഗിൾ ഓതന്റിക്കേഷന്, ഫോൺ നമ്പർ, OTP. അപ്പൊ ഒരു 7 ക്ലാസ് ഉണ്ടാക്കണം. 7 ക്ലാസ്. അല്ലല്ല, ഒറ്റ ഫയൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, വേറെ ഫയൽ ആക്കണം എന്നില്ല. അതായത് പ്രത്യേകിച്ച് അതിലൊന്നും ഉണ്ടാവില്ല ക്ലാസിന്റെ ഉള്ളിൽ. കുറച്ചുണ്ടാവുള്ളൂ.
അല്ല, മെത്തേഡ്സിന്റെ വേറെ ക്ലാസ് ആണ്, ഇവന്റുകളാണ്. മനസ്സിലാവണം. ഒരു ഫയലിന്റെ ഉള്ളിലോ ഒരു ക്ലാസിന്റെ ഉള്ളിൽ പിന്നെ ക്ലാസ് ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഉണ്ടാകാൻ വർക്ക് ആവില്ല. ഓക്കെ, അതൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഓരോ ഇവന്റിനും ഓരോ ക്ലാസ്സുകൾ നമ്മൾ സെറ്റ് ആക്കി വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇവരൊന്ന് എഴുതട്ടെ കേട്ടോ. എനിക്ക് മനസ്സിലാവുണ്ടോ? ബേസ് കിട്ടുന്നുണ്ടോ? തലവേദന ഉണ്ട് അല്ലേ? കുറച്ച് ഒരു ചോപ്പ് കളറായിരിക്കും. ചോപ്പല്ല, എന്നാലും പഴയ പോലെ അല്ല. ഓക്കെ അല്ലേ? ഇവന്റ് ഓക്കെ അല്ലേ? യു ഐ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഓരോ ഒരു ലോഗിന്റെ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ഇവന്റ് ആണ് ചെയ്യേണ്ടത്? ലോഗിൻ ഇവന്റ് നടക്കണം അവിടെ. അപ്പൊ ലോഗിൻ ഇവന്റിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബ്ലോക്കിന് കൊടുക്കും. ഇവന്റിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ബ്ലോക്കിന് കൊടുക്കും. അപ്പൊ ആ ഇവന്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കും. സ്റ്റേറ്റ് ക്ലാസ് സ്റ്റേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ മാത്രം. സ്റ്റേറ്റ് ക്ലാസ്സിൽ സ്റ്റേറ്റ് ഇങ്ങനെ സ്റ്റോർ ആക്കി വെക്കും. ബ്ലോക്ക് ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ആള്. ഇവന്റുകൾ ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ വരും. അപ്പൊ അതിനനുസരിച്ച് ബ്ലോക്ക് സ്റ്റേറ്റിനെ ഇങ്ങനെ മാറ്റും. അപ്പൊ അതിനനുസരിച്ച് യു ഐ അപ്ഡേറ്റ് ആവും. റിട്ടേൺ ഇല്ല. റിട്ടേൺ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവന്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, ഇവന്റ് ആർക്കാ കൊടുക്കുക? ബ്ലോക്കിന്. ബ്ലോക്കിന് കൊടുത്താൽ അത് അവിടെ തീർന്നു. അതിന്റെ റിട്ടേൺ എപ്പോഴും പോയിടാണ്. മനസ്സിലാവണ്ട? റിട്ടേണിന്റെ ആവശ്യമില്ല എന്നല്ല, റിട്ടേൺ വർക്ക് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഇല്ല. അതിന്റെ വർക്കിംഗ് ഇല്ല. അതായത് സ്റ്റേറ്റ് ക്ലാസ് ഇപ്പുറത്തിട്ടാ. സ്റ്റേറ്റ് ക്ലാസ് ഇവിടെ ഉണ്ട്, ബ്ലോക്ക് നടുവിലുണ്ട്, ഇപ്പുറത്ത് കുറെ ഇവന്റുകളുണ്ട്. ഇപ്പൊ ലോഗിന് പ്രസ് ആയി കഴിഞ്ഞാൽ ലോഗിനിന്റെ ഇവന്റ് നമ്മൾ യു ഐന്ന് ബ്ലോക്കിന് കൊടുക്കും. ഇവന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യു ഐക്ക് ഒന്നുമില്ല. ആ അസിങ്ക് അപ്പൊ തന്നെ കംപ്ലീറ്റ് ആവും. ഇവന്റ് വർക്ക് ആവണ വരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഞാൻ പറയണ മനസ്സിലാവണ്ട? ഇവന്റിന്റെ ഒബ്ജക്റ്റ് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോഗിനെ കേൾക്കാറാം, API കോള് കേൾക്കാറാം. കുറെ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊവൈഡർ ആകുമ്പോൾ എന്താണ് അതിന് അത് വരുന്ന വരെ നമുക്ക് അവൈറ്റ് ഒക്കെ ഇട്ട് വെക്കാം, ആ ഫംഗ്ഷൻ കോഡ് തീരുന്നത് വരെ. ഇവിടെ ഇവന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ തീരും. അത് സിങ്ക്രണസ് ആണ്. മനസ്സിലാവണ്ട? വെയിറ്റിംഗ് ഒന്നുമില്ല. ഇവന്റ് കൊടുത്തത് അത് അവിടെ തീർന്നു. പിന്നെ ഇവന്റ് വർക്ക് ചെയ്യുന്ന ബ്ലോക്കിന്റെ ഉള്ളിലാണ്. അതിന്റെ ഒരു രീതിക്കും അത് യു ഐക്ക് അറിയാൻ പറ്റില്ല. യു ഐന് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് ആയോ ഇല്ലേ, ഇവന്റ് എടുത്തോ ഇല്ല, ഒന്നും അറിയാൻ പറ്റില്ല. പാടിക്കഴിഞ്ഞാൽ അതൊക്കെ എററൊക്കെ സ്റ്റേറ്റിൽ കൂടെ മാനേജ് ആക്കണം. റിട്ടേൺ ചെയ്യാൻ പറ്റൂല. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയോ? ഇപ്പൊ ഞാന് ലോഗിനിന്റെ ഇവന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സിങ്ക്രണസ് ആണ്. API കോളൊക്കെ പോണതിന്റെ മുന്നേ തന്നെ ഇവന്റ് ഇവിടെ എത്തിയല്ലോ, ബ്ലോക്കിക്ക് ഇവന്റ് എത്തിയല്ലോ. ബ്ലോക്കിക്ക് ഇവന്റ് എത്തിയിട്ടാണ് ബ്ലോക്കാണ് API കോൾ ചെയ്യേണ്ടത്. ബ്ലോക്കിക്ക് ഇവന്റ് എത്തിയ ഉടനെ തന്നെ ഈ യു ഐ എന്നുള്ള ആ ഫംഗ്ഷൻ കോൾ തീർന്നു. മനസ്സിലാവണ്ട? പിന്നെ ഈ ബ്ലോക്കിൽ എറർ വന്നാലും വന്നില്ലെങ്കിലും അതിലൊന്നും ആവില്ല. മനസ്സിലാവണ്ട? അപ്പൊ ലോഗിന്റെ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും യു ഐയിൽ അത് ട്രൈ കാച്ച് ഇട്ടിട്ട് കിട്ടൂല. അത് എപ്പോഴും സക്സസ് ആയി കാണും. മനസ്സിലാവണ്ട? അത് സിങ്ക്രണസ് ആണ്. ഇവന്റ് കൊടുക്കുന്നതോടുകൂടി അതിന്റെ കാര്യം തീർന്നു. മനസ്സിലാവണ്ട? ഇവന്റ് ബ്ലോക്കിക്ക് എത്തി, അതോട് കൂടിയിട്ട് അത് തീർന്നു. ഇനി ബ്ലോക്കാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. ബ്ലോക്കിലാണ് ട്രൈ കാച്ച് വരേണ്ടത്. ബ്ലോക്കിൽ അതൊക്കെ ചെയ്തതിനു ശേഷം ക്യാച്ച് എററൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ആക്കാൻ പറ്റൂലല്ലോ, അത് തീർന്നല്ലോ. ആ ഫംഗ്ഷൻ കോഡ് തീർന്ന് റിട്ടേൺ ആക്കാൻ പറ്റൂല. സ്റ്റേറ്റിൽ എറർ കണക്കാണ്ട് വേരിയബിൾ ഒക്കെ വെക്കണം. എന്നിട്ട് ആ എറർ അപ്ഡേറ്റ് ആക്കണം. അതിനനുസരിച്ചിട്ട് യു ഐയിൽ അപ്ഡേറ്റ് വരണം. കുറച്ച് വളഞ്ഞ വഴിയാണ്. മറ്റേതുപോലെ അത്ര എളുപ്പമല്ല എററൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? അത് ക്ലോസ് ആയി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് എഡിറ്റ് ചെയ്ത് പക്ഷേ ഇവന്റ് കൊടുത്തില്ല. ഇവന്റ് കൊടുത്തതോട് കൂടിയിട്ട് അതിന്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ എറർ വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ ബ്ലോക്ക് എറർ എടുത്തിട്ട് സ്റ്റേറ്റ് എറർ തന്നെ കണ്ട് സ്റ്റേറ്റ് അപ്ഡേറ്റ് ആക്കണം. അപ്പോഴാണ് അപ്ഡേറ്റ് ആവുക. ഇവർക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായോ? ഇവർക്ക് കിട്ടിയില്ല. അതൊന്ന് പറഞ്ഞോക്കെ.
വേറെ ആർക്കിടെക്ചർ അത് ക്ലീനിൽ തന്നെയാണ്. ആ തിയറി ഒക്കെ അല്ല, ഇവർക്ക് കോഡും കൂടി നന്നായി മനസ്സിലാവും. ഈ പേജിൽ തന്നെ ഈ 7-ാം തീയതി പേജ് ഇട്ടോ, അതില് ഈ ആക്ഷൻസ് എന്ന് പറയണ്ടല്ലോ, അത് ഇവന്റ് ആണ് കേട്ടോ. ഇവന്റിനാണ് ഇവിടെ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവന്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ശരിക്കും നോക്കണം, അത് നോക്കിയില്ലെങ്കിൽ മനസ്സിലാവില്ല. @immutable ആവശ്യമല്ല, 7-ാമത്തെ പേജ് ഉണ്ടാവും. അതിൽ @immutable ആണെന്ന് നിർബന്ധമല്ല. അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ടാക്കുക. അതായത് നമ്മളൊരു പാരന്റ് ക്ലാസ് ഉണ്ടാക്കി വെക്കുക. ഒരു ബ്ലോക്ക് ആണല്ലോ, ഓതന്റിക്കേഷൻ പറഞ്ഞേക്കാണ്ട് ഒരു ബ്ലോക്ക്. അപ്പൊ ഓത് ഇവന്റ് പറഞ്ഞേക്കാണ്ട് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ടാക്കി വെക്കുക, ഓത് ഇവന്റ്. ഓക്കെ, എല്ലാ ഈ ഓതന്റിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇവന്റും ഈ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഇംപ്ലിമെന്റ്സ് ആവും. പറഞ്ഞ മനസ്സിലായില്ലല്ലോ? ഇല്ലേ, അല്ലല്ല, ഈ മെത്തേഡ്സ് അല്ല. നമ്മളൊരു പാരന്റ് അബ്സ്ട്രാക്ട് ക്ലാസ് ആക്കുക. ഇപ്പൊ ഓതന്റിക്കേഷൻ ആണ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ഓത് ഇവന്റ്, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇപ്പൊ എന്തായി, ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ട്, അതിന്റെ പേരെന്താണ്, ഓത് ഇവന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ളത്? ലോഗിനും ലോഗൗട്ടും മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന് വിചാരിക്കുക. ലോഗിൻ പറഞ്ഞാണ്ട് നോർമൽ ക്ലാസ് ലോഗിൻ ഇവന്റ്. ഓക്കെ, ക്ലാസ് ലോഗിൻ ഇവന്റ് അതെന്തായി, നോർമൽ ക്ലാസ് ആയി. അല്ല, ലോഗിൻ ഇവന്റ് പറഞ്ഞാണ്ട് ഒരു ക്ലാസ് ആയി. അത് ഇംപ്ലിമെന്റ്സ് അല്ലെങ്കിൽ എക്സ്റ്റൻസ് ഓത് ഇവന്റ്. ഓക്കെ, ഇപ്പൊ എന്തായി, ലോഗിൻ ഇവന്റിന്റെ പാരന്റ് ആരാണ്, ഓത് ഇവന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇനിയിപ്പോ ലോഗൗട്ട് ഇവന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പാരന്റ് ആരാവും, ഓത് ഇവന്റ്. സൈൻ അപ്പ് ഇവന്റിന്റെ പാരന്റ് ഓത് ഇവന്റ്. അതായത് ഓതന്റിക്കേഷൻ ബ്ലോക്കിന്റെ എല്ലാത്തിന്റെ പാരന്റ് ഓത് ഇവന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ബേസ് എക്സെപ്ഷന്റെ പോലെ. ഈ ക്ലാസിന്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്, ഇപ്പൊ ലോഗിൻ ആണ് ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, യൂസർ നെയിമും പാസ്വേഡും വേണം. ഇത് മെത്തേഡ് കോൾ അല്ലല്ലോ, നമ്മളൊരു ഇവന്റ് കൊടുക്കുകയാണ്. ആ ഇവന്റിന്റെ ഒപ്പം തന്നെ ഡാറ്റയും കൂടെ ആക്കിയിട്ട് വേണം കൊടുക്കാൻ. പറഞ്ഞ മനസ്സിലായില്ലല്ലോ? അതായത് ഇപ്പൊ ലോഗിന്നിന്റെ ഒരു ഇവന്റ് ഉണ്ടാക്കിയല്ലോ, ലോഗിൻ ഇവന്റ് എക്സ്റ്റൻസ് ഓത് ഇവന്റ്. അതിന്റെ ഉള്ളിൽ വെറുതെ എംറ്റി ഇട്ടിട്ട് കാര്യമല്ല. യൂസർ നെയിമിനും പാസ്വേഡിനും 2 ഫൈനൽ ഫീൽഡ് വെക്കുക. എന്നിട്ട് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം, ലോഗിൻ ഇവന്റ് പറഞ്ഞാൽ. ആ കൺസ്ട്രക്ടർ കൂടെ യൂസർ നെയിമും പാസ്വേഡും എടുക്കണം. അത്രയും ചെയ്തു വെക്കുക. അത്രേ ഉള്ളൂ. ഒരു മോഡൽ ക്ലാസ് പോലെ ഉണ്ടാക്കി വെക്കുക. അത്ര ചിന്തിക്കാൻ മതി. ഇതിപ്പോ ലോഗിനിന്റെ മെത്തേഡിന് ഒരു ക്ലാസ് ആക്കി, ഒരു ഇവന്റ് ആക്കി. അത് എംപ്റ്റി ആയിരിക്കും. വെച്ചിട്ടുണ്ടോ നോക്കിയൊക്കെ. ഇന്ത്യയിൽ ഓഫ്ലൈൻ ആണ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. പേര്
സോറി പ്രൊവൈഡർ സ്കോപ്പ് ആ ബ്ലോക്ക് പ്രൊവൈഡർ ഉണ്ടാവും. ഒരു പ്രോജക്റ്റിൽ ബ്ലോക്ക് രണ്ടും ഉപയോഗിക്കാൻ പറ്റും. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയിക്കാറും ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കണമല്ലോ. രണ്ടും ബെറ്റർ ആണ്. എന്റെ ഒരു അഭിപ്രായത്തില് ഇതാണ് നല്ലത്. ജനറേഷന് ഫോർത്ത് ജനറേഷൻ അല്ലേ? ഫോർത്ത് ജനറേഷൻ ഉണ്ടാവുക കാരണം ഞാൻ നോക്കിയിട്ടില്ല, ഡീറ്റെയിലായിട്ട് നോക്കേണ്ടി വരും. വേറൊരു വിഷയം അത് സഞ്ജു ഫോൺ മിക്സ് അടിച്ചോക്കെ അടിച്ചപ്പോ സ്വിച്ച് ഓഫ് ആക്കി അത് ഇമെയിൽ ഇതിലുള്ള ഇമെയിൽ ഫോൺ ടീമിൽ കണക്ട് ലൊക്കേഷൻ കാണിച്ചു. ലൊക്കേഷൻ എല്ലാം സൗണ്ട് ഉണ്ടാക്കാം, സൈലന്റ് ആക്കാം, സൗണ്ട് സ്വിച്ച് ഓഫ് എന്നോട് പറയാണ് ഇന്നലെ ചിന്നാന്റെ ഷൂ അവിടുന്നാ കിട്ടിയത്, അപ്പൊ ഞാൻ അങ്ങനെ പോയോന്ന്. അതെ only pilot business. Sound like ചാർജ് പിന്നെ എറേസ് അതാണ് ഫോൺ കിട്ടൂല. സ്വിച്ച് ഓഫ് ആക്കിയാണ്ടാക്കിയ ക്യൂബിറ്റ് ഒക്കെ അല്ലേ? എനിക്ക് ക്യൂബിറ്റ് നോക്കണ്ടല്ലോ, അത് സിമ്പിൾ അല്ല. അല്ല ക്യൂബിറ്റ് ഒക്കെ അല്ല, അത് വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടാണ്. ക്യൂബിറ്റ് അധികം ഉപയോഗിക്കണ്ടാവില്ല. ഓക്കെ അല്ല, ഇതൊന്നും നോക്കിട്ടോ. ഓക്കെ, ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഉണ്ടെന്ന് വിചാരിക്കാം. ബ്ലോക്കിൽ ചെയ്യണത് നോക്കണേ, ശ്രദ്ധിച്ചു നോക്കണേ. ഇൻക്രിമെന്റ് ബൈ എന്നുള്ളത്, ഇൻക്രിമെന്റ് ബൈ 5 അതൊക്കെ. ഓക്കെ,
ഓക്കെ, ഇത് ഇൻക്രിമെന്റ് ബൈ ഇവന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, ഇൻക്രിമെന്റ് ബൈ, മൂന്നെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ അല്ല, നമുക്ക് ഓക്കെ അല്ല? ഓക്കെ അല്ലേ ജോസഫ്? ഓക്കെ അല്ല? ആ, മൂന്ന് ആ കൺസെപ്റ്റിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടും വർക്ക് ആവില്ല. മനസ്സിലാവുണ്ടോ? ആ, എല്ലായിടത്തും ഓൺ കൊടുക്കണം. ഇതിപ്പോ ഇത് മാത്രമേ വർക്കിംഗ് ആയിരിക്കുള്ളൂ, മറ്റേ ഒന്നും വർക്ക് ആവുണ്ടാവില്ല. മറ്റേ വർക്ക് ആക്കണമെങ്കിൽ ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇവിടെ ഇൻക്രിമെന്റ് ഇവന്റിന് പകരം എന്താക്കുക? ഡിക്രിമെന്റ് ഇവന്റ്. ഡിക്രിമെന്റ് ഇവന്റ് ആകുമ്പോ ഏതാണ്? ഡിക്രിമെന്റ് എന്ന സാധനം. പിന്നെ ഇൻക്രിമെന്റ് ബൈ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ഇൻക്രിമെന്റ് ബൈ കൊടുക്കാം. ഇത് ഓക്കെ അല്ലേ? ഈ ഓൺ നിർബന്ധമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്ലോക്കിൽ ചെയ്യാനുള്ളത്. ഈ ബ്ലോക്കിന്റെ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക? എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇൻക്രിമെന്റ് പറഞ്ഞാൽ ഇപ്പത്തെ വാല്യൂന്റെ കൂടെ +1 ചെയ്യണം. ഇപ്പത്തെ വാല്യൂ കിട്ടാൻ ഏതാണ്? ക്യൂബിറ്റിന്റെ ഉള്ളില് സ്റ്റേറ്റ്. പുതിയ വാല്യൂ ആക്കാൻ എമിറ്റ്. അത് ഓക്കെ അല്ലേ? ഞാനിവിടെ എമിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് എമിറ്റ് ചെയ്യേണ്ടത്? പുതിയ സ്റ്റേറ്റ്. പുതിയ സ്റ്റേറ്റ് പറഞ്ഞാൽ സ്റ്റേറ്റ് ഡോട്ട് ആക്കേണ്ടി വരും അല്ലെ? കോപ്പി വിത്ത് ഒക്കെ എടുക്കേണ്ടി വരില്ല. സ്റ്റേറ്റ് ക്ലാസ് അല്ല, ഇപ്പൊ തൽക്കാലം കോപ്പി വിത്ത് ഉണ്ടാക്കണില്ല. ഓക്കെ, കൗണ്ടർ സ്റ്റേറ്റിൽ കൗണ്ട് എന്നുള്ളത് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് +1 ആക്കുന്നുണ്ട്. ഇതിന് സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. വേണമെങ്കിൽ ഒന്നും കൂടി ഷിഫ്റ്റ് ഒന്ന് നോക്കിക്കോളാം. എമിറ്റ് ചെയ്യുന്നുണ്ട്. എമിറ്റ് ചെയ്യുന്നത് പുതിയ കൗണ്ടർ സ്റ്റേറ്റ് ആണ്. പുതിയ കൗണ്ടർ സ്റ്റേറ്റിൽ ഇപ്പത്തെ കൗണ്ടിന്റെ +1, ഇപ്പത്തെ കൗണ്ട് കിട്ടാൻ സ്റ്റേറ്റ് ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല, ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ആക്കണം. മൈനസ് ആക്കിയാണ്. ഇതൊക്കെ അല്ല. ഈ ഇൻക്രിമെന്റ് ബൈയിൽ ആ ബൈ എവിടെ നിന്ന് കിട്ടാല്? ഇൻപുട്ടാണ്. ഇപ്പൊ ലോഗിൻ പറഞ്ഞ പോലെ അത് UI വന്നിട്ടുള്ള ഇൻപുട്ടാണ്. അത് ഏതിലുണ്ടാവല്? ഇവന്റിന്റെ ഉള്ളിൽ ഇൻപുട്ട് ഉണ്ടാവും എന്നുള്ളതൊക്കെ അല്ല. മുസ്തഫിന് ഓക്കെ ആണ്? നമുക്ക് ഓക്കെ അല്ല? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി അത് ഇവിടെ എടുക്കണം. ഇവിടെ 1 അല്ല വേണ്ടത്. ഇവന്റിന്റെ UI എന്താണോ പാസ്സാക്കിയത് അത് വെച്ച് ഇൻക്രിമെന്റ് ആക്കണം. UI പാസ്സാക്കിയത് കിട്ടണമെങ്കിൽ ഇവന്റ് ഡോട്ട് ഇൻക്രിമെന്റ് ബൈ. ഈ ഇൻക്രിമെന്റ് ബൈ ഇപ്പൊ എവിടുന്ന് വന്നത്? അത് ഈ ഇവന്റിലുള്ളതാണ്. ഇവിടെ നമ്മൾ കൊടുത്ത ഇൻക്രിമെന്റ് ബൈ ആണ്. ഇതിന്റെ ഉള്ളിൽ ഫുൾ അവിടെ ഇവന്റ് ഡോട്ട് അടിച്ചാൽ കിട്ടുമല്ലോ. മനസ്സിലാവണ്ട? അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലാവണ്ട? UI പാസ് ചെയ്യുമ്പോൾ ഇത് കൺസ്ട്രക്ടർ വിളിച്ചിട്ട് ഇത് വെച്ചിട്ട് കൊടുക്കുക. അവിടുന്ന് ഇവന്റ് ഡോട്ട് വെച്ച് എടുക്കുക. മനസ്സിലാവണ്ട? ഇതേ സെയിം സാധനമാണ് നമ്മൾ റിവർ കോഡിൽ ഫംഗ്ഷനിൽ കൂടെ പാസ്സാക്കുന്നത്. അതിന് ഇങ്ങനെ ക്ലാസ്സിൽ കൂടെ പാസ്സാക്കിയെന്ന് മാത്രം. ഓക്കെ, ഒരു കാര്യങ്ങളൊക്കെ അല്ല. ഇവിടെ കൗണ്ടർ സ്റ്റേറ്റ് ആണ്. സിമ്പിൾ ആണ്. കൗണ്ട് മാത്രമേ ഉള്ളൂ. ബ്ലോക്കോ? ബ്ലോക്ക് സിമ്പിൾ ആണ് തന്നെ ഉള്ളൂ. ഓൺ ഉണ്ടാവും, കൺസ്ട്രക്ടർ ഉണ്ടാവും, ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ ഫംഗ്ഷനുകളും ഉണ്ടാവും. പാസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ പാസ് ചെയ്തിട്ടില്ല. UI പാസ്സാക്കും. ഇപ്പൊ പാസ്സാക്കിയിട്ടില്ല കേട്ടോ. ഇപ്പൊ ഇതൊന്നും വർക്കിംഗ് അല്ല. ഇനി കുറെ സാധനങ്ങൾ പഠിക്കാം. ഓക്കെ അല്ല? ഈ 3 ഉണ്ടാക്കുന്നത് ഓക്കെ അല്ല? ഇവന്റ്സ് ഉണ്ടാക്കണം, ബ്ലോക്ക് ഉണ്ടാക്കണം, സ്റ്റേറ്റ് ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കല് എന്നൊക്കെ ഓക്കെ അല്ല? യൂബിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് സിമ്പിൾ ആണ്. ഓക്കെ, ബാസിലൊക്കെ അല്ല? ആഷിക്കൊക്കെ അല്ല? ബാക്കി വല്ലെന്നാ? ആ, 5 UI കൊടുക്കണം. കൊടുത്തിട്ടില്ല. ഇപ്പൊ കൊടുത്തിട്ടില്ല. UI എന്താ കൊടുത്തത് അത് ഇവിടെ എടുക്കും. അത് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ UI പാസ്സാക്കണം. ഓക്കെ, ഇനിയുള്ളത് ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഓക്കെ, ഈ ഓണും കാര്യങ്ങളൊക്കെ. ഇനി ബ്ലോക്ക് പ്രൊവൈഡർ ആണ് പഠിക്കാനുള്ളത്. മറ്റേല് എന്തായിരുന്നു? പ്രൊവൈഡർ സ്കോപ്പ്. ഓക്കെ, പ്രൊവൈഡർ സ്കോപ്പിൽ നമ്മള്
കഴിഞ്ഞാല് പ്രൊവൈഡർ ഇങ്ങനെ എല്ലായിടത്തും കിട്ടും എന്നുള്ള രീതിക്കാണ്. ഇവിടെ നമ്മള് ബ്ലോക്ക് പ്രൊവൈഡർ ഉണ്ടാക്കണം. ആ കൺസ്യൂമർ വേറെ ബ്ലോക്ക് പ്രൊവൈഡർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ബ്ലോക്ക് പ്രൊവൈഡർ ഉണ്ടാക്കിയത് അതിന്റെ താഴേക്കുള്ള എല്ലാ ബഡ്ജറ്റിനും അത് കിട്ടും. മനസ്സിലാവണ്ട? അങ്ങനെയാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് പ്രൊവൈഡർ സ്കോപ്പ് ഒറ്റ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് പ്രൊവൈഡറും കിട്ടുമല്ലോ. ഇവിടെ അങ്ങനെയല്ല, ഓരോ ബ്ലോക്കിനും ഓരോ ബ്ലോക്ക് പ്രൊവൈഡർ വേണം. ഇപ്പൊ നമ്മുടെ ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ, കൗണ്ടർ ബ്ലോക്ക്. ഓതന്റിക്കേഷന്റെ ആണെങ്കിൽ വേറെ ബ്ലോക്ക് പ്രൊവൈഡർ വേണം. മെയിനിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രൊവൈഡറും വർക്കാവും. ഇതിലങ്ങനെയല്ല. ബിൽഡറിന്റെ വേറെ അല്ല, ബിൽഡർ വേറെ ഉണ്ട്, അതൊക്കെ വേറെ ചെയ്യണം. അത് വേറെ, ഇത് വേറെ. ഇത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കൺസ്യൂമർ ബഡ്ജറ്റ് കൊടുക്കുന്ന പോലെ അല്ല. ഇതിപ്പോ ഹോം പേജിലാണ് ഇത് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹോം പേജിന്റെ വില കൊടുക്കണം. ഇപ്പൊ 2-3 പേജൊക്കെ ഈ ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ ആ 2-3 പേജിന്റെയും മേലെ ഇത് ഉണ്ടാവണം, അതായത് മെയിനിൽ ഉണ്ടാവണം. മനസ്സിലാവണ്ട? മെറ്റീരിയൽ ആപ്പ് 2 പേജൊക്കെ ആവശ്യമില്ലെങ്കിൽ ആ 2 പേജിന്റെ മേലെ മാത്രം കൊടുത്താൽ മതി. മനസ്സിലാവണ്ട? ഇതിപ്പോ ഓക്കെയാണോ? ഓക്കെ ഇല്ല. അതായത് ഈ പ്രൊവൈഡർ സ്കോപ്പിന്റെ പകരമുള്ളതാണിത്. റൺ ആപ്പിൽ കൊടുക്കൂല. ഇത് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ മാത്രം കൊടുത്താൽ മതി. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പൊ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് നമ്മുടെ ഹോം പേജിന് ആവശ്യമുണ്ടല്ലോ. പോയാ നെറ്റ് പോയാ നോക്കില്ല, ഇത് നോക്കിട്ടോ. അതായത് ഹോം പേജിൽ ഈ ബ്ലോക്കിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഹോം പേജിൽ ഈ ബ്ലോക്കിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ ബ്ലോക്ക് പ്രൊവൈഡർ വെക്കണം. മനസ്സിലാവണ്ട? മെയിനിൽ വെച്ചാലും മതി. മെയിനിൽ വെച്ചാൽ എന്തായാലും ഹോം ഇവിടുന്ന് യൂസ് ആകുന്നുണ്ടല്ലോ, ഹോം പേജ് ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ അതായത് ഏതിലാണ് ആക്സസ് ചെയ്യണം അതിന്റെ മേലെ എന്തായാലും ബ്ലോക്ക് പ്രൊവൈഡർ ഉണ്ടാവണം എന്നാണ്. മേലെ എവിടെ ആയാലും മതി. ഇവിടെ അവിടെ കൊടുത്താൽ ഹോമിന് മാത്രമേ കിട്ടുള്ളൂ. ഈ മെറ്റീരിയൽ ആപ്പ് കൊടുത്തു കഴിഞ്ഞാല് എല്ലാ പേജിനും കിട്ടും. അതാണ് നല്ലത്. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് കൊടുത്താൽ അത് ഞാൻ കാണിച്ചു തരാം. 2 കൊടുക്കാൻ കുറച്ചൊരു ഇതുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് എല്ലാത്തിനും കിട്ടും. എങ്ങനെ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് കൊടുത്താൽ മതി. പക്ഷെ എന്ത് പ്രശ്നം വരാന്നറിയോ, ഈ റിവർ കോഡിന്റെ വായിക്ക് ഇത് ഓട്ടോമാറ്റിക് ഒപ്റ്റിമൈസ് ആകൂല. ഇപ്പൊ മെറ്റീരിയൽ ആപ്പിന്റെ മേലെ ഇപ്പൊ ഒരു 10 പ്രൊവൈഡർ ഉണ്ട് വിചാരിക്കാം. 10 പ്രൊവൈഡറും കൂടെ മെറ്റീരിയൽ ആപ്പിന്റെ മേലെ കൊടുത്തു കഴിഞ്ഞാല് ഇതിന്റെ എല്ലാത്തിന്റെയും വേരിയബിൾ ഒക്കെ ഇനീഷ്യലൈസ് ചെയ്തിട്ടാണ്ട് റാമിൽ ഉണ്ടാവും. ആ ആപ്പ് ഓപ്പൺ ആക്കുമ്പോ തന്നെ റാം നല്ല കൂടും. നമ്മൾ ആ പേജ് എടുക്കുമ്പോ അത് വരുമ്പോ അതിനൊരു രസമുണ്ട്. ഇത് ആപ്പ് ഓപ്പൺ ആക്കുമ്പോ തന്നെ എല്ലാ വേരിയബിളും പാടെ ഇനീഷ്യലൈസ് ആകുമ്പോ ആ സ്റ്റാർട്ടപ്പ് കുറച്ച് സ്ലോ ആയിക്കാറ് ആപ്പിന്റെ ഫസ്റ്റ് ഓപ്പണിങ്. അപ്പൊ റാം ഒക്കെ സെറ്റ് ആകുമ്പോ നല്ല റാം യൂസേജ് വരും. ആ ഒരു ഇതുണ്ടാവും. മറ്റേത് ഓരോ പേജ് എടുക്കുമ്പോ അത് മാത്രം ലോഡ് ആക്കണമാണ്. അതാണ് ഈ റിവർ കോഡൊക്കെ ചെയ്യുന്നത്. അതാണ് നല്ല ഒപ്റ്റിമൈസ് ആയിട്ടുള്ള സാധനം. മനസ്സിലാവണ്ട? ബ്ലോക്ക് ഇന്ത്യ ഒരു കാഴ്ചപ്പാടിൽ അത്ര പോരാ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ചില കമ്പനികൾ ആവശ്യമുണ്ട്. അതാണ് ഞാൻ മുന്നേ പഠിപ്പിക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, നോക്കട്ടോ. ഇതൊന്നും നോക്കിട്ടോ, ശ്രദ്ധിക്കാൻ. ഇപ്പൊ ബ്ലോക്ക് പ്രൊവൈഡർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആപ്പ് ഇട്ട് പിടിച്ചിട്ട് ബ്ലോക്ക് പ്രൊവൈഡർ കേട്ടോ.
ഇതൊക്കെ അല്ലേ. ഇനി ഇതിന്റെ ഉള്ളിൽ ക്രിയേറ്റ് എന്നൊക്കെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ബ്ലോക്ക് പ്രൊവൈഡറിന്റെ ഉള്ളിൽ എന്തുള്ളത്? ക്രിയേറ്റിന്റെ ഇവിടെയാണ് നമ്മൾ ബ്ലോക്കിന്റെ ഇനീഷ്യലൈസേഷൻ ചെയ്യേണ്ടത്. ബ്ലോക്ക് ക്ലാസ് ഉണ്ടാക്കിയല്ലോ നമ്മള്, കൗണ്ടർ ബ്ലോക്ക് അല്ല, ആ ബ്ലോക്ക് ഇവിടെ കൺസ്ട്രക്ടർ ഇവിടെ വിളിക്കണം. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് വരുന്നത് ക്രിയേറ്റിന്റെ ഉള്ളില്. എന്റെ പേര് കൗണ്ടർ ബ്ലോക്ക് അല്ല. ഓക്കെ, ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ബ്ലോക്കിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, അത്ര എഴുതിയുള്ളൂ. ഓക്കെ, ഇവിടെ കോണ്ടെക്സ്റ്റ് കിട്ടുന്ന ആ കോണ്ടെക്സ്റ്റ് എന്താക്കി? ബ്ലോക്കിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. സിമ്പിളാണ്. ഓക്കെ അല്ല. ഇനി ഇതിന്റെ താഴത്തേക്കുള്ള എല്ലാവർക്കും എന്ത് കിട്ടും? ഈ ബ്ലോക്ക് കിട്ടും. ഈ ഒറ്റ ബ്ലോക്കേ കിട്ടുള്ളൂ. ഇനി വേറെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് കിട്ടൂല. വേറെ ബ്ലോക്ക് ഇവിടെ കോമട്ട് എഴുതാനും പറ്റൂല. മനസ്സിലാവണ്ട? വേറെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ കട്ട് ചെയ്യാം. മനസ്സിലാവണ്ട? എന്നിട്ട് ഇതിന്റെ മേലെ ഒന്നും കൂടി വേറെ ബ്ലോക്ക് പ്രൊവൈഡർ കൊടുക്കുക ഈ ചൈൽഡിന്റെ. മനസ്സിലാവണ്ട? അപ്പൊ ഇങ്ങനെ 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 വരും. മനസ്സിലായില്ല? റാപ്പ് ചെയ്ത് ഇങ്ങനെ പോവാം. മനസ്സിലാവണ്ട? അത് ഒരു വഴിയാണ്. ഇനി ഇതേ സാധനം തന്നെയാണ് ഇതിനെ ഒന്നും കൂടി സിമ്പിൾ ആക്കാൻ മൾട്ടി ബ്ലോക്ക് പ്രൊവൈഡർ എന്ന സാധനം. മൾട്ടി ബ്ലോക്ക് പ്രൊവൈഡർ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ക്രിയേറ്റ് അല്ല ഉള്ളത്, പ്രൊവൈഡേഴ്സ്. ഇതിന്റെ ഉള്ളിൽ ലിസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഈ ലിസ്റ്റിന്റെ ഉള്ളില് മറ്റേതാണ് കൊടുക്കാനുള്ളത്. ഓരോ ബ്ലോക്ക് പ്രൊവൈഡറുകളാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ ഉണ്ടാക്കില്ല ക്രിയേറ്റ് ബ്ലോക്ക് പ്രൊവൈഡർ. ആ ബ്ലോക്ക് പ്രൊവൈഡർ ഇവിടെ കൊടുക്കാം. അതിങ്ങനെ ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടാൽ മതി. ഈ സാധനം മനസ്സിലായ? മൾട്ടി ബ്ലോക്ക് പ്രൊവൈഡർ, അതിനുള്ളിൽ പ്രൊവൈഡേഴ്സ്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എത്ര ബ്ലോക്ക് ഉണ്ട് അത്രയും ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ കോമട്ട് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? റാപ്പ് ചെയ്യുന്ന എളുപ്പത്തിനാക്കാനാണ് ഇത് വന്നത്. ഓക്കെ, ഇത് ഓക്കെ അല്ല? അങ്ങനെ കൊടുത്താൽ മതി. മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഇത് ഒന്നാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നതിന് പ്രശ്നമല്ല. ഓക്കെ, ഓക്കെ അല്ലേ? ഇതാണ് ബെറ്റർ. ഇതിപ്പോ എല്ലാ ബ്ലോക്കും പാടെ ഇനീഷ്യലൈസ് ആയിട്ടുണ്ടാവും. ഇതിൽ ഈ ലിസ്റ്റിൽ കൊടുത്ത എല്ലാ ബ്ലോക്കും ഈ മെറ്റീരിയൽ ആപ്പ് വരണോട് കൂടിയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ എന്താവും? അതിന്റെയൊക്കെ കൺസ്ട്രക്ടർ വിളിക്കും, അതിന്റെയൊക്കെ വേരിയബിൾ റാമിലുണ്ടാവും. ആ, എവിടെയും വിളിക്കാം. പെർഫോമൻസിന്റെ വർഷം ഒക്കെപ്പാടെ കൊടുത്തു കഴിഞ്ഞാല് ഏതെങ്കിലും ഈ ഒരു പേജിന് ആവശ്യമുള്ളതാണെങ്കിൽ അവിടെ മാത്രം കൊടുക്കുന്നതല്ലേ ആ ബ്ലോക്ക്. മനസ്സിലാവണ്ട? ഓക്കെ അല്ലേ? കൺസ്യൂമർ ആവശ്യമുണ്ട്. കൺസ്യൂമർ വേണം. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്ത് പ്രൊവൈഡ് ആക്കി പറഞ്ഞാൽ ഇപ്പൊ ബ്ലോക്ക് ആക്സസിബിൾ ആണ്. ആക്സസ് ചെയ്യാൻ വേറെ സാധനം, അതാണ് ഇനി പഠിക്കാനുള്ളത്. പ്രൊവൈഡർ ഒക്കെ അല്ലേ? പ്രൊവൈഡറും മൾട്ടി ബ്ലോക്ക് പ്രൊവൈഡറും ഒക്കെ അല്ലേ? ഇനി നമുക്ക് റീഡും വാച്ചും ആ സാധനങ്ങൾ പഠിക്കാം. മനസ്സിലാവണ്ട? റീഡ് വാച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയണം. എന്താണ് റീഡ്? അപ്പത്തെ വാല്യൂ കിട്ടുമല്ലോ. ഇത് നമ്മൾ ഫങ്ഷൻസ് ഒക്കെ കോൾ ആക്കാനാണ് റീഡ് ഉപയോഗിക്കുന്നത് അല്ലെ? വാച്ച് എന്തിനാണ്? വാല്യൂസ് കിട്ടാൻ വാച്ച് അല്ലെ? പ്രൊവൈഡ് റിവർ കോഡിന്റെ കേസ് ഞാൻ പറയുന്നത്. ഓക്കെ, വാച്ചും റീഡും അത് ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? വാച്ച് റീഡും ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ വാല്യൂ കിട്ടാന് ഒന്നെങ്കിൽ വാച്ച് അല്ലെങ്കിൽ റീഡ് ഉപയോഗിക്കാം. ഓക്കെ, അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഹോം പേജ് പോകണം. ഹോം പേജിൽ ഈ സീറോന്റെ പകരം ആ ബ്ലോക്കിന്റെ ഡാറ്റ കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടെക്സ്റ്റ് റഫ് ഇല്ല അതില്. ഓക്കെ, കോണ്ടെക്സ്റ്റ് ഡോട്ട് റീഡ് അല്ലെങ്കിൽ വാച്ച്. ഓക്കെ, വാച്ച്. എന്നിട്ട് എന്ത് ചെയ്യാ? ഇവിടെ എന്താണ് വാച്ച് ചെയ്യാനുള്ളത്? ഏതാണ് നമുക്ക് വാച്ച് ചെയ്യാനുള്ളത്? കൗണ്ടർ ബ്ലോക്ക്. ഇതൊക്കെ അല്ല? ഡോട്ട്
സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് ഡോട്ട് ടു സ്ട്രിങ്. ഈ കോൺസ്റ്റ് ഒഴിവാക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. കോണ്ടെക്സ്റ്റ് ഡോട്ട് വാച്ച്, എന്നിട്ട് എന്താണ് വാച്ച് ചെയ്യാനുള്ളത് എന്നുള്ളത് കൗണ്ടർ ബ്ലോക്ക്. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട്, പിന്നെ അത് ടു സ്ട്രിങ് ആക്കി. ഇത് ഓക്കെ അല്ലേ? വാച്ച് ഓക്കെ അല്ലേ? റീഡ് ആവുമ്പോ ഇത് റീഡ് ആവും, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി റീഡ് നമ്മൾ കൊടുക്കേണ്ടത് ഈ അപ്ഡേറ്റിന്റെ ഒക്കെ കേസിലാണ്. ഇൻക്രിമെന്റ് ആക്കണം കേട്ടോ. ഇൻക്രിമെന്റ് ആക്കുമ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് കോണ്ടെക്സ്റ്റ് ഡോട്ട് റീഡ്. ഓക്കെ. ഇനി ഏതാണ് റീഡ് ആക്കാനുള്ളത് എന്നുള്ളത് ഏതാണ്? കൗണ്ടർ ബ്ലോക്ക് ഡോട്ട് ആഡ്. ഓക്കെ. ഇത് മെയിനാണ് ആഡ്. ഈ ആഡിന്റെ ഉള്ളിൽ ഇവന്റ് ഏതാണ്? ഇവന്റ് ഇൻക്രിമെന്റ് ഇവന്റ്. ഇതൊക്കെ അല്ല, ഇത് മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. ഇതിപ്പോ ഒരു ഇവന്റ് അയച്ചു കൊടുക്കുകയാണ്. ആഡ് അതിന്റെ ഉള്ളിൽ ബൈ ഡിഫോൾട്ട് ഉള്ളതാണ്. ഓക്കെ. ആഡാണ് ഈ ഇവന്റുകൾ ഇങ്ങനെ ആഡ് ആക്കാനുള്ളത്. ഓക്കെ. ഇത് ഈ ആഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം വോയിഡ് ആണ്, റിട്ടേൺ ടൈപ്പ് അസിങ്ക് അല്ല, സിങ്ക് ആണ്. ഈ ആഡ് കൊടുത്തതോടുകൂടി ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ ബ്ലോക്കിൽ അസിങ്കോ എന്തോ അത് ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റൂല. മനസ്സിലാണ്ടോ? വോയിഡ് ആയിക്കാറ് എപ്പോഴും. മറ്റേതിൽ അങ്ങനെയല്ല. അവിടെ നമുക്ക് റിട്ടേൺ ഒക്കെ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എററൊക്കെ കാണിക്കലൊക്കെ ഉണ്ട് ചില സമയത്ത്. ഇല്ല, അതൊന്നും പറ്റൂല. ഡിക്രിമെന്റിനൊക്കെ ഡോട്ട് ആഡ് തന്നെ. ഇത് കോപ്പി ചെയ്യുന്നുണ്ട്, ഇത് ഡിക്രിമെന്റ്. ഓക്കെ. ഇവിടെ ഇവന്റ് മാറിയിട്ട് എന്താക്കുക, ഡിക്രിമെന്റ് ഇവന്റ് ആക്കുക. പിന്നെ ഇവിടെ മറ്റേത് കൊടുക്കല്, ഇൻപുട്ട് കൊടുക്കല്. ഇത് ഇൻക്രിമെന്റ് ബൈ അല്ല, ഇൻക്രിമെന്റ് ബൈ ഇവന്റ്. അതിന്റെ കൺസ്ട്രക്ടറിൽ എന്താണ് റിക്വയർഡ് ആയിട്ട് എന്തുണ്ട്, ഇൻക്രിമെന്റ് ബൈ ഉണ്ട്. അത് നമ്മള് 5 കൊടുക്കണം. ഇത് ഓക്കെ അല്ലേ? ഈ 5 എവിടേക്ക് കിട്ടും? അവിടെ ഇവന്റ് ഡോട്ട് ഇറക്കാണ്ട് കിട്ടും. ഇപ്പൊ കണക്ട് ആണല്ലോ. ഓക്കെ. ഇപ്പൊ ഇതൊക്കെ വർക്കിംഗ് ആണ്. ഇനി ഇതിന്റെ പുറമെ കുറച്ച് സാധനം കൂടി പഠിച്ച ബ്ലോക്കായി കംപ്ലീറ്റ് ആവും. ഇപ്പൊ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത് വർക്ക് ചെയ്യേണ്ടതാണ്, നമുക്ക് നോക്കാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഓക്കെ അല്ലേ? ഇതില് പ്രശ്നമില്ലല്ലോ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ക്ലാസ്സും കൂടി പഠിക്കാനുണ്ട്, കുറച്ച് ക്ലാസ്സുകൾ. ഇപ്പൊ ബ്ലോക്ക് പ്രൊവൈഡർ പഠിച്ചില്ലേ, അതേപോലെ നമുക്ക് മറ്റേ റിവർ പോഡ് റിലേറ്റ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. റിവർ പോഡിൽ കുറെ സാധനം ഉണ്ടല്ലോ. കൺസ്യൂമർ ബിഡ്ജറ്റ് കൊടുക്കാതെ നമുക്ക് കൺസ്യൂമർ കിട്ടാൻ എന്താണ്, കൺസ്യൂമർ ബിൽഡർ ഉണ്ടല്ലോ, കൺസ്യൂമർ ബിൽഡർ ഉണ്ടല്ലോ, കൺസ്യൂമർ ബിൽഡർ. അതിന്റെ പോലത്തെ കുറച്ച് സാധനങ്ങൾ പഠിക്കാറുണ്ട്. അതിൽ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ റഫ് ഡോട്ട് വാച്ച് വെച്ചിക്കാണ്ട് എടുക്കാം. ഇങ്ങനെ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോ എന്താ പ്രശ്നം എന്ന് അറിയാം? ഈ കോണ്ടെക്സ്റ്റ് ആരുടെയാണ്? ഇത് ആരുടെ ബിൽഡ് കോണ്ടെക്സ്റ്റ് ആണ്? ഇത് ഈ ബിഡ്ജറ്റിന്റെ ഹോം പേജിന്റെ ബിൽഡ് കോണ്ടെക്സ്റ്റ് ആണ്. മനസ്സിലായ? ഈ കോണ്ടെക്സ്റ്റ് ആരുടെ? ഹോം പേജിന്റെ. ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ, ഈ ഡാറ്റക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ ഹോം പേജ് മൊത്തം റീബിൽഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അത് ഒഴിവാക്കാനാണ് നമ്മൾ കൺസ്യൂമറുകൾ ഉണ്ടാക്കുന്നത്. ചെറിയ ഇത് ഉണ്ടാക്കിയിട്ട് അതിൽ മാത്രം റീബിൽഡ് ആവുള്ളൂ. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവണില്ലേ? അല്ല, ചെറിയ പോർഷൻ മാത്രം റീബിൽഡ് ആക്കാനാണ് നമ്മൾ മറ്റു സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അതേ സാധനം തന്നെ ഇവിടെ ഉണ്ട്. ചെറിയ പോർഷൻ മാത്രം റീബിൽഡ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ 2 ഉണ്ട്. ബ്ലോക്ക് ലിസണർ, ബ്ലോക്ക് കൺസ്യൂമർ, പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. വലിയ വ്യത്യാസം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോട്ടൊന്നും എടുക്കട്ടെ. ഈ ബിൽഡറിനുണ്ടല്ലോ, ബ്ലോക്ക് ബിൽഡർ ഉണ്ടല്ലോ, അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, ബിൽഡ് വെന്ന് പറഞ്ഞാണ്ട്. അത് നിങ്ങൾ നോക്കിയാ ബിൽഡ് വെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പഴയ സ്റ്റേറ്റ്, ഇത് പുതിയ സ്റ്റേറ്റ്. ഈ പഴയതും പുതിയതും കമ്പയർ ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബിൽഡ് ചെയ്താൽ മതി എന്നുള്ള കോൺസെപ്റ്റാണ് കാണിച്ചത്.
ക്രിയേറ്റ് ഓക്കെ അല്ല, ഇതിലിപ്പോ അതില്ല. ഓക്കെ ഓക്കെ, ഇതിനിപ്പോ അതില്ല, അത് എടുത്ത് ഒഴിവാക്കിക്കണോന്നുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ഉണ്ടാവില്ല, ബിൽഡ് തന്നെ ഉണ്ടാവില്ല. പക്ഷെ മറ്റേതിലുണ്ട്, ലിസൺ വെന്നും പിന്നെ വേറെ എന്തോ സാധനം കൺസ്യൂമറിനൊക്കെ വേറെ ഉണ്ട്, വെന്നറിനൊക്കെ ഉള്ളത്. പകരം വന്നിട്ടുണ്ടാവുമായിരിക്കും, നോക്കട്ടെ. ഓക്കെ, ബ്ലോക്ക് ബിൽഡർ ഇട്ടാ ഒന്നാമത്തത്, ബ്ലോക്ക് ബിൽഡർ, പിന്നെ ബ്ലോക്ക് ലിസണർ, ബ്ലോക്ക് കൺസ്യൂമർ. ഇത് 3 മെയിൻ ആണ്. ബ്ലോക്ക് ബിൽഡർ, ലിസണർ, കൺസ്യൂമർ. ഓക്കെ, അതില് ബ്ലോക്ക് ബിൽഡർ പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഗെറ്റ് ചെയ്യാനുള്ളതാണ്, UI-ലേക്ക് ഗെറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോ ഇവിടെ നമ്മള് റഫ് ഡോട്ട് വാച്ച് വെച്ചില്ലേ, ഈ റഫ് ഡോട്ട് വാച്ചിന് പകരം ഞാനിപ്പോ ഇതിനെ റാപ്പ് ചെയ്യും. ഓക്കെ, റാപ്പ് വിത്ത് വിഡ്ജറ്റ് ബ്ലോക്ക് ബിൽഡർ കൊടുക്കുക. ഓക്കെ, സാധാ ബിൽഡർ ഉണ്ടല്ലോ, അതിന് ബ്ലോക്കും കൂടി കിട്ടുന്നതാണ് ഈ ബ്ലോക്ക് ബിൽഡർ. ബിൽഡർ കൊടുക്കുക, കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ് കൊടുക്കുക, അതിന്റെ ഉള്ളിൽ എന്താ കൊടുക്കുക, ഈ സാധനം കൊടുക്കുക. ഓക്കെ അല്ല, ഓക്കെ അല്ല. ഈ സ്റ്റേറ്റ് എന്താണ്, സോറി, ഇവിടെ ഈ ബ്ലോക്ക് ബിൽഡറിന്റെ ഇവിടെ എന്ത് ചെയ്യണം എന്നറിയോ, ബ്ലോക്കിൽ കൊടുത്ത സെയിം സാധനം എന്താണ്, കൗണ്ട് ബ്ലോക്ക്, പിന്നെ ഏതാണ് സ്റ്റേറ്റ് വരുന്നത്, കൗണ്ടർ സ്റ്റേറ്റ്. ഇതൊക്കെ അല്ല, ഈ സ്റ്റേറ്റിന്റെ ഉള്ളിൽ നമുക്ക് വരുന്നത് കൗണ്ടർ സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ റഫും വാച്ചും ഈ സാധനങ്ങളൊന്നും വേണ്ട, മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ് ഡോട്ട് എന്ന് വെറുതെ ഇട്ടാ മതി, മനസ്സിലായോ? ഇപ്പൊ റീബിൽഡ് ആവില്ല, ഇത് മാത്രമേ റീബിൽഡ് ആവുള്ളൂ, ഈ പേജ് മൊത്തം റീബിൽഡ് ആവില്ല എന്നർത്ഥം. ഇതാണ് ഒപ്റ്റിമൈസർ. ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോ മനസ്സിലാവണ്ട, മനസ്സിലായില്ല? ഇത് ബ്ലോക്ക് ബിൽഡർ. ഇനി ഇത് തന്നെ ബിൽഡ് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ഈ ബിൽഡ് തന്നെ എന്താണ്, പഴയതും പുതിയതും എടുക്കുക, മനസ്സിലാവണ്ട? ഈ പ്രീവിയസ് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സ്റ്റേറ്റ്, ഇത് ഇപ്പത്തെ സ്റ്റേറ്റ്. ഇപ്പോഴത്തെ സ്റ്റേറ്റും പഴയ സ്റ്റേറ്റിലും നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ കൊടുത്തിട്ട് ഫോൾസ് റിട്ടേൺ ആക്കി കഴിഞ്ഞാൽ UI റീബിൽഡ് ആവില്ല, ട്രൂ റിട്ടേൺ ആക്കിയാൽ UI റീബിൽഡ് ആവും. മനസ്സിലാവണ്ട? അപ്പൊ ആണെങ്കിൽ ഒന്നും കൂടി ഒപ്റ്റിമൈസ് ആക്കാനാണ് ഇത്, മനസ്സിലാവുന്നത്? നിർബന്ധമല്ല, അത് ഓപ്ഷനിലാണ്. അത് ഓപ്ഷനിലാണ് പറഞ്ഞാൽ എപ്പോഴും റീബിൽഡ് ആവും. സ്റ്റേറ്റ് എന്ത് മാറ്റം വന്നാലും റീബിൽഡ് ആവും എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലായോ? എനിക്ക് മനസ്സിലായോ? ഒപ്റ്റിമൈസ് ആക്കാനുള്ളതാണ്. സംജാതനമൊക്കെ അല്ലേ? ഓക്കെ അല്ല? മനസ്സിലായില്ല? അതായത് ഇപ്പൊ കൗണ്ട് 1, ഇപ്പൊ ഞാനിവിടെ റിട്ടേൺ ഫോൾസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്താണ്, പ്രീവിയസ് ഇപ്പൊ കൗണ്ട് 0 ആണ് ഇനീഷ്യലി. പിന്നെ ഞാൻ ഇൻക്രിമെന്റ് ആക്കിയപ്പോ 1 ആയി. ഇപ്പോ പ്രീവിയസിൽ 0 വരും, കറന്റിൽ 1 വരും. ഇത് ഞാൻ ഒരു ചെക്ക് കൂടാതെ ഫോൾസ് റിട്ടേൺ ആക്കി. ഫോൾസ് റിട്ടേൺ ആകുന്നുണ്ടെങ്കിൽ UI 1 ആവൂല, 0 തന്നെ നിൽക്കും. അതായത് ഇപ്പൊ ഈ ഇൻക്രിമെന്റ് ആക്കിയാൽ എന്താവൂല, ആവൂല. അതെന്താണ് ആവാത്തത്? ഈ ബിൽഡ് തന്നെ ഫോൾസ് ആണ്. മനസ്സിലാവണ്ട? എന്ത് തന്നെ വന്നാലും അത് ഫോൾസ് ആണ്. ഇത് എപ്പോഴും ട്രൂ ആയിരിക്കും ഡിഫോൾട്ട് വരുന്നുണ്ടാവുക. എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും UI റീബിൽഡ് ആവും എന്നുള്ള മീനിങ്. മനസ്സിലാവണ്ട? ഇപ്പൊ പെട്ടെന്ന് 40 ആയത് കണ്ട, പഴയത് കുറെ കിടക്കുന്നുണ്ട് അവിടെ, പക്ഷെ UI-ക്ക് എത്തിയിട്ടില്ല. സ്റ്റേറ്റ് മാറുന്നുണ്ട്, UI അപ്ഡേറ്റ് ആവണില്ല. ഇപ്പൊ 40, 44 ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് ഡിഫോൾട്ട് വരിക. ഇനി നമുക്ക് എന്തെങ്കിലും ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻ ഒക്കെ കൊടുത്തിട്ട് UI റീബിൽഡ് ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ കൊടുക്കാനാണ് ഈ ബിൽഡ് തന്നെ. മനസ്സിലാവണ്ട? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഫിന്റെ ഉള്ളിൽ ട്രൂ ഓഫ് ഫോൾസ് ഒക്കെ റിട്ടേൺ ആക്കും. പഴയ വാല്യൂ കിട്ടും.
ഇല്ലല്ല അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ ഇതൊക്കെ അല്ല ഇപ്പൊ പ്രീവിയസിൽ 46 കാർ ഇൻക്രിമെന്റ് നിൽക്കുമ്പോ ആണല്ലോ ഇത് വർക്ക് ആവുക. നിൽക്കുമ്പോ പ്രീവിയസിൽ 46 ഇപ്പൊ 47. ഓക്കെ അല്ല ഇത് ഓക്കെ അല്ല? ഇത് ആർക്കും മനസ്സിലാവത്തില്ലല്ലോ. ഇനി വരുന്നത് ബ്ലോക്ക് ലിസണർ. ഓക്കെ ബ്ലോക്ക് ലിസണറിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇങ്ങനത്തെ ആവശ്യത്തിനല്ല ഉപയോഗിക്കാം. ഇതിപ്പോ എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത്? UI കാണിക്കാനാണ്. മനസ്സിലാവുന്നില്ല? ലിസണർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ആക്കാനാണ്. വ്യത്യാസം മനസ്സിലാവണ്ട? ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ UI മാറുമ്പോൾ API കോൾ ഒന്നും കൂടി ചെയ്യണം. അങ്ങനത്തെ കേസാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ UI മാറുമ്പോൾ ഒരു ഡയലോഗ് കാണിക്കണം. അങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ ഡയലോഗ് കാണിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ചെയ്യേണ്ടത് ഡയലോഗ് കാണിക്കാൻ. മനസ്സിലാവണ്ട? API കോളിന്റെ കേസ് എടുത്താൽ മതി. സ്റ്റേറ്റ് മാറുമ്പോ API കോൾ പോണം എന്നാണ് വിചാരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഞാനൊരു ലിസണർ ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഈ സൈസ്ഡ് ബോക്സിന്റെ ഇവിടെ വെറുതെ ഒരു ലിസണർ ഇടും. ഓക്കെ മാപ്പ് വിത്ത് വിഡ്ജറ്റ് ബ്ലോക്ക് ലിസണർ. ഓക്കെ ഇവിടെ എന്ത് കൊടുക്കണം? കൗണ്ടർ ബ്ലോക്ക് കൗണ്ടർ സ്റ്റേറ്റ്. ഇതൊക്കെ അല്ല. ഇനി ഇതിന്റെ ഉള്ളില് ലിസണർ കൊടുക്കണം. അതൊരു ഫംഗ്ഷൻ ആണ് വരിക. ഓക്കെ ഇവിടെ എനിക്ക് എന്ത് സ്റ്റേറ്റ് കിട്ടും. പക്ഷെ ഇതിൽ എനിക്ക് ഒന്നും റിട്ടേൺ ആക്കാൻ പറ്റില്ല. റിട്ടേൺ വിഡ്ജറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കണത്? ഒരു വിഡ്ജറ്റ് റിട്ടേൺ ആക്കാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവണ്ട? ഇവിടെ വിഡ്ജറ്റ് റിട്ടേൺ ആക്കാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഫംഗ്ഷൻ കോൾ ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുക്കണം. ഇഫ് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് ഇസ് ഈക്വൽ ടു 100 ആവുമ്പോ എനിക്ക് എന്ത് ചെയ്യണം? റീസെറ്റ് ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 10 കൊടുക്കാം. 10 ആണെങ്കിൽ റീസെറ്റ് ആക്കാന്നുള്ള രീതിക്ക് ചെയ്യാം. 50 ആക്കാം. ഓക്കെ ഇവിടെ എന്ത് ചെയ്യാ? കോണ്ടെക്സ്റ്റ് ഡോട്ട് റീഡ്. എന്താണ് റീഡ് ചെയ്യാനുള്ളത്? മറ്റേ കൗണ്ടർ ബ്ലോക്ക് ഡോട്ട് ആഡ്. റീസെറ്റ് ഇല്ല അല്ലെ? അത് ഇവന്റ് ഉണ്ടാക്കേണ്ടി വരുന്നത്. ഒരു റീസെറ്റ് ഇവന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാ? ബ്ലോക്ക് പോവാ. റീസെറ്റ് ഇവന്റ് ആണെങ്കിൽ റീസെറ്റ് കോൾ ചെയ്യാം. എങ്ങനെ ചെയ്യാം? അപ്പൊ അവിടെ ഒരു എറർ ഉണ്ടെന്നാൽ റീസെറ്റ് അതിന്റെ ഉള്ളിൽ എന്താ എടുക്കുക? റീസെറ്റ് ഇവന്റില് കൗണ്ട് 0 ആക്കണം. ഇതൊക്കെ അല്ല? ഇപ്പൊ റീസെറ്റ് ഇവന്റ് ഇവിടുന്ന് കോൾ ചെയ്യും. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇത് ആണെങ്കിൽ API കോൾ ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. ഓക്കെ എറർ വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആ ബിൽഡ് ടൈമില് ഇതാക്കിന്ന് പറയില്ല. ബിൽഡ് ടൈമില് സ്റ്റേറ്റ് മാറ്റിയാൽ എറർ വരില്ല. സെറ്റ് സ്റ്റേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് നോക്കി നോക്കാം. ഇതായിക്കോണം, പോസ് ആയിക്കോണം. ബിൽഡ് ടൈമിൽ കൊടുത്തിട്ടാണ്. ആ ഫ്യൂച്ചർ ഡോട്ട് ഡിലേഡ് കൊടുത്താൽ ആ പ്രശ്നം പോകില്ല. ഫ്യൂച്ചർ ഡോട്ട് ഡിലേഡ് കൊടുത്താല് നിങ്ങൾ ചെയ്തിട്ടില്ല. ഇതിപ്പോ എന്താ എറർ വരാൻ കാരണം? ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വട്ടം 49 ആയി, ഇപ്പൊ 50 ആയി. 50 ആയപ്പോ ബിൽഡായി. 50ന്റെ ഇങ്ങനെ വന്ന് ടെക്സ്റ്റ് 50 വന്ന് ബിൽഡ് റിട്ടേൺ ആയിട്ടില്ല. അപ്പൊ തന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെ ഒന്നും കൂടി അപ്ഡേറ്റ് ആക്കാൻ പറഞ്ഞു. അതാണ് പ്രശ്നം.
ഡിലേറ്റ് കൊടുത്താ പറയാം. ഫ്യൂച്ചർ ഡോട്ട് ഡിലേഡ് ഇതിന്റെ ഉള്ളിൽ കൊടുത്തു നോക്കാടാ. ബ്രേക്ക് പോയിന്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ബ്രേക്ക് പോയിന്റ് വേറെ എടുക്കാം. അതല്ല, ഇത് യുഐന്റെ എററാണ്. ബ്രേക്ക് പോയിന്റ് എടുത്ത് കിട്ടൂല. വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പാസ് ചെയ്യുന്ന കാര്യം അത് ഞാൻ പിന്നെ വേറെ ടോപ്പിക്കായിട്ട് എടുക്കാം. ബ്ലോക്ക് പെട്ടെന്ന് തീർക്കുന്നല്ലോ. ഓക്കെ, ഇത് 10 കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ, 10 ആയപ്പോ എന്തായി? റീസെറ്റ് ആയി. അതിനാണ് ഈ ലിസണർ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലായില്ലേ? മനസ്സിലായി? എറർ മനസ്സിലായില്ല? എറർ എന്ത് സംഭവം അറിയോ? അതായത് ബിൽഡ് ആവുകയാണ് സാധനം. ബിൽഡായി ഇങ്ങനെ വരികയാണ്. ബിൽഡായി വന്നപ്പോൾ ഇപ്പൊ സ്റ്റേറ്റ് 50 ആണ്. 50ന്റെ ബിൽഡ് കഴിഞ്ഞിട്ടില്ല. 50 സ്ക്രീനിക്ക് കാണിച്ചിട്ടില്ല. മനസ്സിലാവുന്നു? 50ന്റെ ബിൽഡ് വന്നു. 50ന്റെ ബിൽഡ് വന്നപ്പോ ഈ ബ്ലോക്കിൽ ലിസണർ എത്തി. ഈ ഒരു ഭാഗത്തെത്തി. ബിൽഡിന്റെ ഇതൊക്കെ ബിൽഡിന്റെ പെട്ടാണല്ലോ. ഈ ബിൽഡിൽ പെട്ടാണല്ലോ ഇതൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഈ കണ്ടീഷൻ ഹിറ്റായി. 50 ആണോ എന്നുള്ളത് നോക്കി. 50 ആണ്. 50 ആയപ്പോ ഈ സാധനം വർക്കായി. ഫ്യൂച്ചർ ഇല്ലാതെ ഡയറക്റ്റ് വർക്കായി. ഡയറക്റ്റ് വർക്കായപ്പോ എന്താ? ഇവിടുന്ന് എമിറ്റ് ചെയ്തു പുതിയ ഇവന്റ്. ബ്ലോക്ക് അത് അപ്ഡേറ്റ് ആയി. 50ന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ തന്നെ 51 വന്നു. 51 അല്ല, 0 വന്നു. മനസ്സിലാവണ്ട? ഒന്ന് കംപ്ലീറ്റ് ആക്കാതെ അടുത്ത ബിൽഡ് വന്നു. അതാണ് പ്രശ്നം. ഇതിപ്പോ ഫ്യൂച്ചർ ഡിലേഡ് ആക്കിയപ്പോ ഈ ബിൽഡ് ഫുള്ള് കംപ്ലീറ്റ് ആവണ ഒരു വെയിറ്റ് ചെയ്ത് അപ്പൊ തന്നെ ഇത് വർക്കാവും. മനസ്സിലാവണ്ട? അപ്പൊ 50 ജസ്റ്റ് ഇത് കാണിച്ചിട്ട് ഇതിപ്പോ 10 ആവുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ശരിക്കും എന്റെ സ്ക്രീനിൽ നോക്കിയാൽ കാണും. 10 പെട്ടെന്ന് ആയിട്ടാണ്ട് പോകും. പെട്ടെന്ന് പോകും. ഇതില് കാണിച്ചില്ല, നാർത്തത്തില് കാണിച്ചില്ല. അതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുള്ളതാണ് അർത്ഥം. ഡ്യൂറേഷൻ കുട്ടിയാ വരും. ഇപ്പൊ 2 സെക്കൻഡ് കൊടുത്തേക്കണ് ഡ്യൂറേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കാണാം. ഇപ്പൊ 9 അല്ലേ? ഇപ്പൊ 10 വന്ന് 2 സെക്കൻഡ് കഴിഞ്ഞാൽ 0 ആവും. മനസ്സിലാവുന്നു? മറ്റേ 0 ആണ്. എന്നാലും ആ ബിൽഡ് കംപ്ലീറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ തന്നെ ആവും. അതിന് നാട്ടിലത്തെ എറർ. അപ്പൊ ബ്ലോക്ക് ലിസണർ ഓക്കെയാണ്, ബ്ലോക്ക് ബിൽഡർ ഓക്കെയാണ് അല്ലെ? ഇനിയുള്ളത് ബ്ലോക്ക് കൺസ്യൂമർ. ബ്ലോക്ക് കൺസ്യൂമർ പറഞ്ഞു കഴിഞ്ഞാല് ബ്ലോക്ക് ബിൽഡറും ലിസണറിന്റെ മിക്സ്. അതായത് ലിസണറിന്റെ ലിസണർ പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതേപോലെ ലിസൺമെന്റൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ ഈ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലിസൺമെന്റ് എന്താണ്? മറ്റേതിന്റെ പോലെ ബിൽഡ് വെന്റിന്റെ സാധനം. പ്രീവിയസും ഇത് എടുത്തിട്ട് കമ്പയർ ആക്കുക. ഫോൾസ് വന്നാല് ഈ ലിസണർ കോൾ ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ലിസണർ ഉള്ളത് ബ്ലോക്ക് ലിസണർ, എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളത്. യുഐക്ക് ആക്കാനുള്ളത് ബ്ലോക്ക് ബിൽഡർ. ഓക്കെ. ഇതിന്റെ രണ്ടിന്റെ മിക്സ് ബ്ലോക്ക് കൺസ്യൂമർ. ഇപ്പൊ ഇത് മാറ്റിയിട്ട് ഞാൻ ബ്ലോക്ക് കൺസ്യൂമർ ആക്കി തരാം. കൺസ്യൂമർ ഇതിന് രണ്ടിനും മിക്സ് ആക്കിയിട്ട് ഒറ്റ ഒന്നാക്കാം. ഓക്കെ. ഈ ബിൽഡറിനെയും കൺസ്യൂമറിനെയും. ഇപ്പൊ എന്താ എറർ പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡർ മാത്രമേ ഉള്ളൂ, കൺസ്യൂമർ കൊടുത്തിട്ടില്ല, ലിസണർ കൊടുത്തിട്ടില്ല. അപ്പൊ ലിസണർ കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ഭാഗം വേണ്ടിയില്ല. ഇതൊക്കെ അല്ല. ഇപ്പൊ ലിസണറും മറ്റേതും കൂടി എന്തായി? ഒറ്റൊന്നിക്കാക്കി. അതാണ് ബ്ലോക്ക് കൺസ്യൂമർ. സിമ്പിൾ ആണ്. രണ്ടും കൂടി ചെയ്യണമെങ്കിൽ ഇതാണ് നല്ലത്. ഇതിപ്പോ ഇത് ലിസണർ ഓപ്ഷണൽ അല്ല കേട്ടോ, റിക്വയർഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ എററാണ്. രണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ അല്ല?
പിന്നെ വേറെ വഴിയുള്ളത് റഫ് ഡോട്ട് വാച്ച്. ഇപ്പൊ നമ്മളിത് കണ്ടില്ലേ, ഈ ഇതാക്കിയില്ലേ, അതേപോലെ API കോൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോ കോണ്ടെക്സ്റ്റ് ഡോട്ട് റഫ് പറഞ്ഞു കോണ്ടെക്സ്റ്റ് ഡോട്ട് വാച്ചും റീഡൊക്കെ നള്ളാക്കി ഇടാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. ഓപ്ഷനില്ല, നള്ളവളല്ല, വോയിഡ് ഫംഗ്ഷൻ നള്ളവളല്ല. ഫംഗ്ഷന്റെ ഉള്ളിൽ ഒന്നിടാതെ എന്നാ മതി, ഇടും. ഓക്കെ, ഇത് വലിയ വ്യത്യാസം ഉണ്ടാവും. ഇത് മാറ്റിട്ട് അത് മാറ്റാനേ ഉണ്ടാവുള്ളൂ, അതാണ് നല്ലത്. ഇതൊക്കെ അല്ല, ഈ 3 ഒക്കെ അല്ല. പിന്നെ മൾട്ടി ബ്ലോക്ക് ലിസണർ ഉണ്ട്, മൾട്ടി ബ്ലോക്ക് ബിൽഡർ ഉണ്ടാവും, മൾട്ടി ബ്ലോക്ക് കൺസ്യൂമർ ഉണ്ടാവും. ഇതിപ്പോ ഒറ്റ ബ്ലോക്കിന്റെ അല്ലേ കിട്ടുള്ളൂ. മൾട്ടിപ്പിൾ ബ്ലോക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ നെസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. അത് എളുപ്പമാക്കാന് മൾട്ടി ബ്ലോക്ക് സിമ്പിൾ ആണ്. അല്ല കൺസ്യൂമർ ബഡ്ജറ്റ് അത് അങ്ങനത്തെ ഇല്ല, അങ്ങനത്തെ ഇല്ല. അത് ശരിയാ പ്രൊവൈഡറിൽ അതിന് ബ്ലോക്ക് നോക്കിയാൽ ആ പേര് മാറ്റി ബ്ലോക്ക് നോക്കിയാൽ പ്രൊവൈഡർ എന്നുള്ള ഫോൾഡറിന് വേണ്ട, ബ്ലോക്ക് കൊടുക്കുക. അപ്പൊ ക്ലീൻ ആർക്കിടെക്ചറിൽ ബ്ലോക്ക് പ്രസന്റേഷൻ പിന്നെ ബ്ലോക്ക് സെലക്ടർ എന്ന സാധനം ഉണ്ടാവും, നോക്കണം. അത് മെയിനാണ്. ഇതൊന്നും ശ്രദ്ധിക്കട്ടോ. ബ്ലോക്ക് സെലക്ടർ ഇതും കൂടി ഇത് മെയിൻ ആണ്. ഇത് കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ആക്കാനുള്ള സാധനം. മറ്റേ റിവർ കോഡിൽ എങ്ങനെ നമ്മൾ സെലക്ടർ ഉപയോഗിക്കല്? സെലക്ട് ഡോട്ട് സെലക്ട് റിവർ കോഡിൽ ഡോട്ട് സെലക്ട് ഞാൻ പഠിപ്പിച്ചിരുന്നേ. ഞാൻ ഡോട്ട് സെലക്ട് പഠിപ്പിച്ചിരുന്നു. റഫ് ഡോട്ട് വാച്ച് ഒക്കെ കഴിഞ്ഞിട്ട് റഫ് ഡോട്ട് വാച്ച് എന്നിട്ട് അതിന്റെ ഉള്ളില് നോട്ടിഫയർ കൊടുക്കുമല്ലോ, നോട്ടിഫയർ കൊടുക്കുമല്ലോ. അത് ഫംഗ്ഷൻ കോളിന് നോട്ടിഫയർ ഇല്ലെങ്കിൽ നമ്മള് ഡാറ്റ എടുക്കാറ് അല്ലെ. ആ പ്രൊവൈഡറിന്റെ പേര് ഡോട്ട് സെലക്ട് കൊടുക്കുക അതിന്റെ ഉള്ളിൽ തന്നെ. എന്നിട്ട് അതിന്റെ ഉള്ളില് എന്താണോ സെലക്ട് ആക്കണം അതൊരു ഫംഗ്ഷനാണ്, അനോണിമസ് ആണ്. അതിന്റെ ഉള്ളില് ഫുള്ള് സ്റ്റേറ്റ് കിട്ടും. അതിന് റിട്ടേൺ ആക്കുന്നത് എന്താണോ അത് മാത്രം സെലക്ട് ആവും. അതായത് ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം, ഇതേപോലെ വരും. ഇതിപ്പോ റഫ് ഡോട്ട് വാച്ച്. ഓക്കെ, ഈ വാച്ചിന്റെ ഉള്ളില് ഇപ്പൊ നമ്മളെ കൗണ്ടർ പ്രൊവൈഡർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ വെറുതെ കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കുക? ഡോട്ട് കൗണ്ട് ഇങ്ങനെ കൊടുക്കും അല്ലെ. വാച്ച് ചെയ്യുമ്പോ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഈ ഡോട്ട് കൗണ്ട് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ ഡോട്ട് സെലക്ട് കൊടുക്കാം. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ഇടണം. ഇവിടെ ഫുള്ള് സ്റ്റേറ്റ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ വാല്യൂ എന്നാണ് പറയാം. ആ സ്റ്റേറ്റ് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം റിട്ടേൺ ആക്കാം. സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളൂ, അത് റിട്ടേൺ ആക്കാം. ഇനി ഇവിടെ ഡോട്ട് കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കൗണ്ട് തന്നെ വരുള്ളൂ. ഓക്കെ, ഇത് സെലക്ട്. അപ്പൊ എന്താ ഇതിന്റെ ഒരു ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം മാറുമ്പോ മാത്രം കൗണ്ട് അല്ല ഇപ്പൊ നമ്മൾ സെലക്ട് ആക്കിയിട്ടുള്ളത്. ഈ കൗണ്ട് മാറുമ്പോ മാത്രമേ UI റീബിൽഡ് ആവുള്ളൂ. ഇപ്പൊ ആ സ്റ്റേറ്റ് ക്ലാസ്സിൽ ഇപ്പൊ 5 ഉണ്ട്, 5 സ്റ്റേറ്റുകൾ ഉണ്ട്. അതിൽ 4 മാറിയാലും ഇത് മാറൂല. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം മാറ്റാൻ മാത്രമേ ഈ UI മാറുള്ളൂ. അപ്പൊ വെറുതെ ഉള്ള റീബിൽഡുകൾ ഒഴിവാക്കാൻ പറ്റും. മനസ്സിലാവണ്ട? അനാവശ്യമായിട്ടുള്ള റീബിൽഡ് ഒഴിവാക്കിയിട്ട് ആപ്പ് കുറച്ചും കൂടി ഫാസ്റ്റ് ആവും. ഓക്കെ, ഇതേ സാധനമാണ് ബ്ലോക്കിൽ. എന്താണ് ബ്ലോക്ക് സെലക്ടർ? ഈ
ബിൽഡറിന്റെ പ്രശ്നം എന്താണ്? ഈ കൺസ്യൂമറിന്റെ പ്രശ്നം ഈ സ്റ്റേറ്റിൽ എന്ത് മാറിയാലും ഇത് പിന്നെ റീബിൽഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അത് ഒഴിവാക്കാനുള്ളതാണ് ബ്ലോക്ക് സെലക്ടർ. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? അറിയില്ല, എനിക്ക് നോക്കണ്ടേ. ഓക്കെ, ഇതിന്റെ ഉള്ളില് ഈ സെലക്ടർ എന്നുള്ളത് മെയിൻ ആണ്. ഈ സെലക്ടറിന്റെ ഉള്ളില് നമുക്ക് ഫുള്ള് സ്റ്റേറ്റ് കിട്ടും. മറ്റേല് കൊടുത്ത അതേപോലെ ഫുള്ള് സ്റ്റേറ്റ് കിട്ടും. നമുക്ക് ഇവിടെ എന്ത് മാത്രം മതി? കൗണ്ട് മാത്രം മതി. അപ്പൊ നമ്മള് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് ഇവിടെ റിട്ടേൺ ആക്കാം. പക്ഷേ എറർ ഇല്ല, പക്ഷെ ഓട്ടോ കംപ്ലീഷൻ വരുന്നില്ല. ഓക്കെ, ത്രീ പാരാമീറ്റർ ഉണ്ട് അല്ലെ? ബ്ലോക്ക് എ, ബ്ലോക്ക് സ്റ്റേറ്റ്, സെലക്ടഡ് സ്റ്റേറ്റ്, വേറിങ് കൊടുക്കണം അല്ലെ? സെലക്ടഡ് സ്റ്റേറ്റ് ഇവിടെ വരുന്നത് എന്താണ്? ഇന്റ് അല്ലറിന് കൗണ്ട് ഇന്റ് അല്ലറിന് ആ ഇന്റ് ഇവിടെ കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ ഈ സ്റ്റേറ്റിൽ ശരിക്കും കൗണ്ട് ആണ് വരുന്നത്. കൗണ്ട് മാത്രം, ഫുള്ള് സ്റ്റേറ്റ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ചെയ്തത് മനസ്സിലായോ? അതായത് കൗണ്ടർ ബ്ലോക്കില് കൗണ്ടർ സ്റ്റേറ്റ് എടുത്തു. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇന്റ് മാത്രം നമ്മൾ എടുക്കുന്നത്. ആ ഇന്റ് എന്താണ്? കൗണ്ട്. ആ കൗണ്ട് ഇവിടെ സെലക്ടർ വെച്ചിട്ട് സെലക്ട് ആക്കി. ഓക്കെ, അപ്പൊ ആ കൗണ്ട് മാത്രം ഇവിടേക്ക് ഈ ബിൽഡർക്ക് വന്നു. ഇപ്പൊ കൗണ്ട് മാറിയാൽ മാത്രമേ ഇത് റീബിൽഡ് ആവുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇല്ലല്ല, അങ്ങനത്തെ ഒന്നുമില്ല. കുറെ കൂടുതൽ കോഡ് അത് ചെയ്തല്ലേ? മനസ്സിലാവണ്ട? മറ്റേത് അതൊക്കെ ഒരു മുൻകൂട്ടി കണ്ടിട്ട് അതിനൊക്കെ ഹെൽപ്പറുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹെൽപ്പറും ഇല്ല, ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം മാനുവലി. അതൊക്കെ സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യണം. സ്റ്റേറ്റില് നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചർ ഇട്ട് കൊടുക്കണ്ടേ? സ്റ്റേറ്റിലുണ്ടല്ലോ, സ്റ്റേറ്റിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യല്? ഡാറ്റയാണ് കൊടുക്കല്, ഫ്യൂച്ചർ ഇടലില്ല. ഇതില് ഫ്യൂച്ചർ ഇട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല? സ്റ്റേറ്റ് ക്ലാസ്സിൽ ഇപ്പൊ ഇന്റ് ആണല്ലോ കൊടുത്തിട്ടുണ്ട്, അവിടെ ഫ്യൂച്ചർ ഓഫ് ഇന്റ് കൊടുക്കുക. അപ്പൊ ആ ഫ്യൂച്ചർ എപ്പോഴാണ് കംപ്ലീറ്റ് ആക്കേണ്ടത് എന്നുള്ളത് ബ്ലോക്കിൽ കൊടുക്കണം. അപ്പൊ റെഡി ആവും. അത് നമുക്ക് ഇനി പ്രൊജക്ട് ചെയ്യുമ്പോൾ നോക്കാം. ബ്ലോക്ക് വെച്ചിട്ട് ഒരു പ്രൊജക്ട് നോക്കാം. ഒന്ന് ബ്ലോക്കിലും ഒന്ന് റിവർ പോളിലും ചെയ്താണ്. Thank you for watching.